بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. चमक तुझसे पाते हैं सब पाने वाले, चमक तुझसे पाते हैं सब पाने वाले, मेरा दिल भी चमका वाले। हबीबे खुदा का नज़ारा करूँ मैं, दिलों जान उन पे नज़ारा करूँ मैं। हबीबे खुदा का नज़ारा करूँ मैं, दिलों जान उन पे नज़ारा। मुत्तान ാളിയാണെൻ്റെ റാഹ, മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര ഭാസുര പ്രദീപം, മദനീ മഹിതമീ വസന്തം മഹിമാ പൂക്കും മധുരിതം. സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര ഭാസുര പ്രദീപം, മദനീ മഹിതമീ വസന്തം മഹിമാ പൂക്കും മധുരിതം. മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. Sporting light love of Medina, charming songs love of Medina, the love of Medina, Medina. Sporting light love of Medina, charming songs love of Medina, catching depth love of Medina, Medina. സർവാദരണീയരായ ഇന്ത്യനൂർ സഖാഫി ഉസ്താദെ അവറുകളെ, മറ്റ് പണ്ഡിതന്മാരെ, ഈ നല്ല മജ്‌ലിസിൽ വന്നെത്തിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ലൊരു മജ്‌ലിസായി സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ നമ്മൾ സംഗമിച്ച കാരണം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ഭാര്യമക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, നമ്മൾ മജ്‌ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, ഇന്നുവരെ ഏതെല്ലാം സദസ്സിൽ പോയപ്പോൾ ആരോടെല്ലാം എന്തൊക്കെ ചോദിച്ചപ്പോൾ എവിടെയൊക്കെ വെച്ച് ആരെല്ലാം എന്തൊക്കെ നൽകിയോ അവർക്കൊക്കെ, വിശേഷിച്ച് ഇവിടെ ആദരണീയരായ ഇന്ത്യനൂർ സഖാഫി ഉസ്താദുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ദർസ്, അതുമായി ബന്ധപ്പെട്ട് നല്ല സഹായ സഹകരണങ്ങൾ നൽകിയ ഈ മഹല്ല് ജമാഅത്തുമായി ബന്ധപ്പെട്ട് സഹായ സഹകരണങ്ങൾ നൽകിയ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും, ഇന്നലെ ആദരണീയരായ പഴശ്ശി ഉസ്താദ് ഈ സദസ്സിൽ വന്നപ്പോൾ അവിടുന്ന് ചോദിച്ചപ്പോൾ നൽകിയ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ സമുദ്ഘാടനം നിർവഹിക്കുന്ന സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കുവാൻ ഈ സംഗമം ഒരു സബബായി, ഒരു കാരണമായി, ഒരു നിദാനമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയി ഖബറിന്റെ ഏകാന്തതകളിൽ ആരുമാരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന നമ്മുടെ മുൻഗാമികളുടെ ഖബറുകളെ അള്ളാഹു സ്വർഗമാക്കി മാറ്റട്ടെ. നേരം പോക്കിനു വേണ്ടി നമ്മുടെ ഈ സദസ്സ് അവരുടെ ഖബറുകളിൽ ഒന്ന് കാണിച്ച് അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഈ സദസ്സ് കടങ്ങളുള്ളവരുടെ കടങ്ങളെ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ. വീടില്ലാത്തവർക്ക് അള്ളാഹു ഖൈറായ വീട് കൊടുക്കട്ടെ. വീടിന്റെ പണി നടക്കുന്നവർക്ക് അള്ളാഹു എത്രയും വേഗം അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. മക്കളില്ലാത്തവരുണ്ട്, അള്ളാഹു ഖൈറായ മക്കളെ കൊടുക്കട്ടെ. നൽകിയ മക്കളെ അള്ളാഹു ആലിമീങ്ങളും ഹാഫിളീങ്ങളും സാലിഹീങ്ങളും അവന്റെ ദീനിന്റെ ദായികളുമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് ഈ രാത്രി നമുക്കിവിടെ ഇങ്ങനെ സംഗമിക്കാൻ വലിയ തൗഫീഖ് കിട്ടി. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷകൻ അദ്ദേഹം നിങ്ങളോട് സൂചിപ്പിച്ചു, ഇൽമിന്റെ മജ്ലിസ് വലിയ പോരിശയുള്ള മജ്ലിസാണ്. ഇൽമിന്റെ സദസ്സ് വലിയ മുബാറക്കായ സദസ്സാണ്. വിശേഷിച്ച് ഈ സദസ്സിൽ മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, ധാരാളം മുത്തഅല്ലിമുകളായ മക്കൾ അവർ ഉള്ള സദസ്സാണ്. ആലിമീങ്ങൾ ഉള്ള സദസ്സാണ്. മിദ്ലാജ് അഹ്സനി ഉസ്താദ് എന്താ സദസ്സിൽ പോയിരിക്കുന്നത്? ഇങ്ങ് കയറി വാ, സ്റ്റേജിൽ ഇരിക്കുക. വലിയ മുദരിസന്മാരൊക്കെ വന്നിട്ട് സദസ്സിൽ പോയിരിക്കുവാന്നോ? ഇങ്ങ് കയറി വാ, ഇവിടെ ഇരിക്കുക. അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്, സ്നേഹിതനാണ്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കല്യാണം ഫിക്സ് ആയോ? അള്ളാഹു ഖൈറായ ബന്ധങ്ങൾ അടുപ്പിച്ച് നല്ല റാഹത്താക്കി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് സമയമൊക്കെ ഒരുപാടായി. ഇനി സുദീർഘമായ രാമുഖമൊന്നും പറയുന്നില്ല. നോട്ടീസ് വല്ലോ ഉണ്ടോ? ഇരിപ്പുണ്ടോ? അൽഹംദുലില്ലാഹ്. നാവിന്റെ നാശം നരകത്തിലേക്ക് എന്ന വിഷയത്തെ അധികരിച്ചു വേണം ഇന്നിവിടെ സംസാരിക്കാൻ. അള്ളാഹു ഹഖ് പോലെ പറയുവാനും അത് കേട്ട് നല്ലൊരു ജീവിതം നയിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇമാം ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാന്നറിയാം? നിസ്കരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ നല്ലവനാകില്ല. നോമ്പ് പിടിച്ചത് കൊണ്ട് മാത്രം നമ്മൾ നല്ലവരാകില്ല. ഹജ്ജ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾ നല്ലവരാകില്ല. ഒരുപാട് ഇബാദത്തുകൾ ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾ നല്ലവരാകില്ല. ജനങ്ങളെ, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? അഹ്സനുന്നാസി ലിനഫ്സിഹി അംലകുഹും ലിലിസാനിഹി. ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനവന്റെ നാവിന്റെ മേൽ അധികാരമുള്ളവനാണ്. അവനവന്റെ നാവിന്റെ മേൽ അധികാരമുള്ളവരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവർ. എന്ന് പറഞ്ഞാൽ അവനാന്റെ നാവിന്റെ അധികാരം അവനാന്റെ കയ്യിലല്ലാതെ പിന്നെ ആരാന്റെ കയ്യിലാണോ ഉണ്ടാകുക? അവനാന്റെ നാവിന്റെ അധികാരം ആരാന്റെ കയ്യിലാണോ ഉണ്ടാകുക? അവനാന്റെ കയ്യിൽ തന്നെയല്ലേ. എന്നാൽ മഹാനവർകൾ പറയുകയാണ്, നിങ്ങളുടെ നാവ് തെറി വിളിക്കുന്ന നാവാണോ? നിങ്ങളുടെ നാവ് മോശം പറയുന്ന നാവാണോ? നിങ്ങളുടെ നാവ് ഫിത്ന പറയുന്ന നാവാണോ? നിങ്ങളുടെ നാവ് ഫസാദ് പറയുന്ന നാവാണോ? നിങ്ങളുടെ നാവ് ആലിമീങ്ങളെ തെറി വിളിക്കുന്ന നാവാണോ? തങ്ങന്മാരെ കുറ്റം പറയുന്ന നാവാണോ? നാട്ടിൽ ചിത്രതയുണ്ടാക്കുന്ന നാവാണോ? മുതഅല്ലിമീങ്ങളെ അധിക്ഷേപിക്കുന്ന നാവാണോ? എന്നാൽ ആ നാവിന്റെ മേൽ നിങ്ങൾക്ക് അധികാരമില്ല. ആ നാവിന്റെ മേൽ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾക്ക് അധികാരമുള്ള നാവെന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കാത്ത നാവാണ്, സത്യം മാത്രം പറയുന്ന നാവാണ്, വേണ്ടാത്തരങ്ങൾ പ്രചരിപ്പിക്കാത്ത നാവാണ്, ഒരു തിന്മയിലേക്കും ജനങ്ങളെ ക്ഷണിക്കാത്ത നാവാണ്,
നന്മയിലേക്ക് മാത്രം ജനങ്ങളെ ക്ഷണിക്കുന്ന നാവാണ്. ദിക്ർ ചൊല്ലുന്ന നാവ്, തസ്ബീഹ് ചൊല്ലുന്ന നാവ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നാവ്, സ്വലാത്ത് മദീനയിലെ രാജാവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന നാവ്. അങ്ങനൊരു നാവ് നിങ്ങൾക്കുണ്ടോ? അങ്ങനൊരു നാവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ, നിങ്ങളാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന് പറഞ്ഞു ഇമാം ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബ് പറഞ്ഞു ഹലക്കൽ മുതനത്തിഊൻ. അവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുറുതായ ഒരു പെണ്ണിങ്ങനെ നടന്നുപോയി. കുറുതായ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ സ്മാളായ, കുഞ്ഞിതായ, കൊച്ചായ, അല്ലേ? അപ്പോ ആയിഷ ബീവി പറഞ്ഞു, ഒരു ചെറിയ പെണ്ണ് നടന്നു പോണ നബിയേ എന്ന് പറഞ്ഞു. ആയിഷ, എന്ത് വർത്തമാനമാണ് നീ പറഞ്ഞത് ആയിഷ? അത് നീ പറഞ്ഞ ഈ വാചകങ്ങൾ കടലിൽ ഞാൻ എന്തു പറഞ്ഞു നബിയെ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പൊക്കം കുറഞ്ഞ സ്ത്രീ നടന്നു പോയെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ നബിയെ. ആയിഷ, അത് പറയാൻ പാടില്ല. ആ പൊക്കം കുറവെന്ന് പറയുന്നത് ആ പെണ്ണിന്റെ കുറവല്ല, ആ പെണ്ണിനെ സൃഷ്ടിച്ച സ്രഷ്ടാവായ പടച്ചവനെയാണ് നീ കുറ്റം പറയുന്നത്. ആ പെണ്ണിന്റെ ആകൃതി പടച്ചതാരാ? ആ പെണ്ണിനെ പടച്ചതാരാ? വെളിയങ്കോട് ഉമറുൽ ഖാദി തങ്ങളാരാ? നിങ്ങൾ കേട്ടിട്ടില്ലേ സഹോദരങ്ങളെ? ഉമറുൽ ഖാദി സ്വല്ലല്ലാഹു ബൈതാൽ റൗള ശരീഫിൻ വാതിൽ തുറന്ന ഖാദി, വെളിയങ്കോട് ഉമറുൽ ഖാദി സ്വല്ലല്ലാഹു ബൈതാൽ റൗള ശരീഫിൻ വാതിൽ ഒന്നായി തുറന്ന ഖാദി, വെളിയങ്കോട് ഉമറുൽ ഖാദി. റൗള ശരീഫിന്റെ ചാരച്ചെന്ന് നിന്നിട്ട് നബിയേ, വെളിയങ്കോട്ടുകാരനായ ഉമർ ദാ അവിടുത്തെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ആ കരങ്ങളൊന്ന് തരുമോ? ഞാനൊന്ന് ചുംബിച്ചോട്ടെ. റൗളയുടെ വാതിലുകൾ, റൗളയുടെ ഭിത്തികൾ പൊട്ടിത്തകർന്ന് ഉമർ തങ്ങൾക്ക് കരങ്ങൾ നീട്ടിക്കൊടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമറുൽ ഖാദി തങ്ങൾ പണ്ഡിതന്മാരുമായി, സമകാലീനരായി ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഒരു സംവാദത്തിന് പുറപ്പെട്ടു. എന്താണ് ബാളം കേൾക്കുന്നത്? എവിടെയാണ്? എന്റെ കയ്യിലാണ്. ഇതെന്തൊരു കഷ്ടം. ഒന്ന് ചുമ്മാ ഇരിയടോ, വെറുതെ എങ്ങനെയാണെന്ന് വിളിക്കാണ്. പറഞ്ഞാൽ കേൾക്കൂല ഈ സാധനം. എന്താണോ? ഒരു സംവാദത്തിന് പുറപ്പെട്ടു. ഉമറുൽ ഖാദി തങ്ങൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഈ ഇവിടെ നിന്ന പണ്ഡിതന്മാര് പറഞ്ഞു, എന്താ കോലം ഇല്ലേ? ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും, എന്താ കോലം അല്ലേ? ഇങ്ങനെ ഒരു വല്ലാത്ത കോലം. വലിയ ഗ്ലാമറൊന്നും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. ഹാമിദ് യാസീനെ പോലെ അത്ര വലിയ ഗ്ലാമറൊന്നും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. ഗ്ലാമർ കുറച്ച് കുറഞ്ഞ ആളായിരുന്നു. ഉമറുൽ ഖാദി തങ്ങൾ ആ പണ്ഡിതന്മാരുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തന്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കടാര, ആ കടാരയെടുത്ത് പണ്ഡിതന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു, അല്ല പണ്ഡിതന്മാരെ, ഈ കടാരയ്ക്ക് വല്ല കുറ്റവുമുണ്ടെങ്കിൽ, ഈ കടാരയ്ക്ക് വല്ല കുഴപ്പം, അത് ഈ കടാരയുടെ കുറ്റമാണോ? കടാരയാക്കിയ കൊല്ലന്റെ കുറ്റമാണോ? ചോദ്യം ആശയ സംവാദത്തിന് വന്നതാണ്. എതിർ ടീമിനോട് ചോദിക്കുകയാണ്. അവർ വേറൊന്നും സംസാരിച്ചിട്ടില്ല അവര്. കാരണം ഉമറുൽ ഖാദി തങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. തന്നെ പറ്റി വേണ്ടാത്തത് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കി. തന്റെ കയ്യിലുണ്ടായിരുന്ന കടാര, കത്തി, നിങ്ങൾ എന്താ കത്തിക്ക് പറയാ? കത്തി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കത്തിക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് കൊല്ലന്റെ കുഴപ്പമാണോ അതോ കത്തിയുടെ കുഴപ്പമാണോ? അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനെയും എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് മോശമാക്കി വർത്തമാനം പറയാനേ പാടില്ല. നമ്മുടെ നാവ്
അങ്ങനെ പറഞ്ഞാൽ അത് മോശമായി പോകുന്ന നാവാകും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അവയവം ഏതാണ്? ഫുളൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് മാമിൻ മുളഅത്തിൻ അഹബ്ബ ഇലല്ലാഹി തആല മിനൽ ലിസാൻ ഇദാ കാന സദഖൂ. സത്യം പറയുന്ന നാവുണ്ടല്ലോ, നന്മ പറയുന്ന നാവുണ്ടല്ലോ, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാവാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, മലാ മുദഅത്തിൻ അബ്ഗള മിനല്ലാഹി തആല ഇദാ കാന കദൂബാ. കള്ളത്തരം പറയുന്ന നാവ്, മോശത്തരം പറയുന്ന നാവ്, ചീത്ത പറയുന്ന നാവ്, അത് അല്ലാഹു ഏറ്റവും വെറുപ്പുള്ള അവയവമാണെന്ന് മഹാനായ ഇമാം ഫുളൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. കണ്ടില്ലേ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അധ്യായം വിശുദ്ധ ഖുർആനിൽ കാണാം. നബിയാണെന്ന അഭിപ്രായമുണ്ട്, അല്ല വലിയാണെന്ന അഭിപ്രായമുണ്ട്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ കടന്നു വന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് പടച്ചവനെ മുൻനിർത്തി ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം. എന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, എന്തെങ്കിലും എനിക്ക് തന്നേ പറ്റൂ. എന്റെ കയ്യിൽ ഒന്നുമില്ല സഹോദര. ഈ യാചകൻ അറിയില്ല ഇത് ലുഖ്മാൻ തങ്ങളാണ്. യാചകൻ വിട്ടില്ല. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്, എന്തെങ്കിലും എനിക്ക് തരുമോ? അവസാനം ലുഖ്മാൻ തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ ശരീരം വേണമെങ്കിൽ നിനക്ക് തന്നേക്കാം, അതല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. എന്റെ ഭാര്യ പട്ടിണിയിലാണ്, എന്റെ മക്കൾ പട്ടിണിയിലാണ്, എന്റെ വീട് ദാരിദ്ര്യത്തിലാണ്. നിങ്ങളുടെ ശരീരമെങ്കിൽ ശരീരം, എന്ത് ഞാൻ എത്രയോ ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ല, ഞാൻ എത്രയോ ദിവസമായി എന്റെ കുടുംബം പട്ടിണിയിലാണ്, മുഴുപട്ടിണിയിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരമെങ്കിൽ ശരീരം എന്ന് പറഞ്ഞ് മഹാനായ ലുഖ്മാൻ തങ്ങളെ ആ മനുഷ്യൻ പിടികൂടാതെ പിടിക്കുകയാണ്. സഹോദരങ്ങളെ, ലുഖ്മാൻ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഞാനിതാ എന്റെ ശരീരം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അവസാനം അന്ന് അടിമച്ചന്ത, കന്നുകാലിച്ചന്തയിൽ കന്നുകാലികളെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലെ അടിമച്ചന്തയിൽ മനുഷ്യന്മാരെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കാലമായിരുന്നു ആ കാലം. ലുഖ്മാൻ തങ്ങളോട് യാചകൻ പറഞ്ഞു, നടക്കടോ. ലുഖ്മാൻ തങ്ങൾ അടിമ യജമാനന്റെ മുന്നിൽ എന്ന പോലെ നടക്കുകയാണ്. നടന്ന് അടിമച്ചങ്ങലയിൽ ബന്ധിതനായി അടിമച്ചന്തയിൽ എത്തിച്ചേർന്നു. സുബ്ഹാനല്ലാഹ്, ആളുകൾ വന്ന് നല്ല വില പറയാൻ തുടങ്ങി. നല്ല ആകാര സവിഷ്ഠതയും ശ്രേഷ്ഠതയും നല്ല മാംസളമായ പേശികളുമുള്ള നല്ല മസിൽ പവറുള്ള ലുഖ്മാൻ തങ്ങൾക്ക് നല്ല വില കിട്ടുകയാണ്. അയാൾ ആ വിലയും പേടിച്ച് ഭക്ഷണം പേടിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ലുഖ്മാൻ തങ്ങളെ പുതിയ യജമാനൻ അതാ അടിമയെയും കൊണ്ട് വീട്ടിലേക്ക് പോകുകയാണ്. അടിമയെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ഒരു സുപ്രഭാതത്തിൽ യജമാനൻ പറഞ്ഞു, ആ തോട്ടത്തിൽ പോയി കുറച്ച് മുന്തിരി പറിച്ചു കൊണ്ടുവരാൻ. മുന്തിരിയുമായി അടിമ മടങ്ങി വന്നു. യജമാനൻ അത് വായിലേക്ക് വെച്ചതേ ഉള്ളൂ. ഇതെന്തൊരു പുളിപ്പാടായി മുന്തിരി! നിനക്ക് പുളിച്ച മുന്തിരി അറിയില്ല, മധുരമുള്ള മുന്തിരി അറിയില്ല, പാകമായ മുന്തിരി അറിയില്ല. നീ എത്ര പമ്പര വിട്ടിയാ! ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് അറിയണ്ടേ യജമാനാ? എന്നോട് ടേസ്റ്റ് നോക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. എനിക്ക് മുന്തിരിയുടെ പുളിയെപ്പറ്റി അറിയില്ല, എനിക്ക് മുന്തിരിയുടെ രുചിയെപ്പറ്റി അറിയില്ല. എനിക്ക് ആ മുന്തിരിത്തോട്ടം നോക്കാൻ, ആ മുന്തിരിക്ക് സെക്യൂരിറ്റി നിൽക്കാനേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ രുചി നോക്കാൻ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. തന്റെ അടിമയുടെ ആശയഗംഭീരമായ അർത്ഥവ്യാപ്തമുള്ള വലിയ അർത്ഥശങ്കക്കിടയില്ലാത്ത വലിയ വാചകം കേട്ടപ്പോൾ ആ യജമാനന്റെ ഹൃദയത്തിൽ ഉൾക്കിടിലമുണ്ടാകുകയാണ്. യജമാനൻ പറഞ്ഞു, സഹോദരാ, നീ പറയുന്നത് എത്രത്തോളം വാസ്തവമാണെന്ന് എനിക്കറിയില്ല, എന്നാൽ നീ വലിയ പടച്ചവനെ ഭയമുള്ള അടിമ തന്നെയാണ്, നീ അല്ലാഹുവിനെ പേടിയുള്ള അടിമ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, യജമാനൻ എപ്പോഴും അറിയില്ല ഇത് ലുഖ്മാനുൽ ഹകീം തങ്ങളാണെന്ന്. ഇന്ന് കുറെ ശൈഖന്മാര് കണ്ടില്ലേ, എന്താടോ ഞാൻ ശൈഖ, എന്റെ അടുത്ത് തരീഖത്തുണ്ട്. ഈ മാർക്കറ്റിലൊക്കെ കിലോപ്പത്ത് ചാളപത്ത് അയലപത്ത് ചൂരപത്ത് എന്ന് വിളിക്കും പോലെ ഇപ്പൊ തരീഖത്തുകളൊക്കെ ദാ ഇവിടെ ഞാൻ ശൈഖാണ്, അശ്ശൈഖ് ഇന്നയാൾ എന്നൊക്കെ പറഞ്ഞ് ബോർഡും വെച്ചിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിരിക്കുന്ന കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സയ്യിദുനാ ലുഖ്മാൻ തങ്ങൾ പറഞ്ഞു,
ഞാൻ ലുക്മാനുൽ ഹക്കീമാണെന്ന് പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, അവസാനമായ യജമാനനോട് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ തോട്ടത്തിലെ മുന്തിരിയുടെ രുചി അറിയില്ല, എന്റെ നാവിന് നിങ്ങളുടെ തോട്ടത്തിലെ പുളിയുള്ള മുന്തിരി ഏതാന്നറിയില്ല, പാകമായതേതാന്ന് എന്റെ നാവിനറിയില്ല. കാരണം നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് എനിക്ക് മുന്തിരി തിന്നാൻ നിങ്ങൾ എന്നോട് അവകാശം പറഞ്ഞിട്ടില്ല. അത് കാക്കാനും സംരക്ഷണം കൊടുക്കാനും കാവൽ നിൽക്കാനും മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ തോട്ടത്തിലെ മുന്തിരിയുടെ രുചി എന്റെ നാവിനറിയില്ല. ഇതാണ് സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. സഹോദരാ, ഞാൻ അങ്ങനെയാണോ? സഹോദരാ, നിങ്ങൾ അങ്ങനെയാണോ? എത്ര ഹറാമാണ് നമ്മൾ തിന്നുന്നത്. കച്ചവടം നടത്തുമ്പോൾ തട്ടിപ്പ് നടത്തുകയാണ്, ഹറാമ് സമ്പാദിക്കുകയാണ്, മക്കൾക്ക് ഹറാമ് തിന്നാൻ കൊടുക്കുകയാണ്, നമ്മൾ ഹറാമ് തിന്നുകയാണ്. ഉസ്താദേ, ക്യാൻസറാണ്, ദുആ എന്നിട്ട് പടച്ചോൻ ഇജാബത്ത് തരുന്നില്ല. എങ്ങനെ ഇജാബത്ത് കിട്ടാനാണ്? തിന്നുന്നത് ഹറാമല്ലേ, കുടിക്കുന്നത് ഹറാമല്ലേ, ധരിക്കുന്നത് ഹറാമല്ലേ, ഇടപെടുന്നത് ഹറാമല്ലേ. ഹറാമായ ഭക്ഷണം നാവ് കൊണ്ട് കഴിച്ചിട്ട് ആ നാവ് കൊണ്ട് പടച്ചവനോട് നീ വർത്തമാനം പറഞ്ഞാൽ അല്ലാഹു ആ വർത്തമാനം കേൾക്കുമോ? കേൾക്കില്ല. ലുക്മാൻ തങ്ങളോട് ഒരു ദിവസം യജമാനൻ പറയുകയാണ്, ആ നിൽക്കുന്ന ആട് കണ്ടോ, ആ ആട്ടിനെ അറുത്തിട്ട് അതിന്റെ ഏറ്റവും നല്ല ഭാഗം എനിക്ക് സ്പെഷ്യലായി പാചകം ചെയ്തു കൊണ്ടുവരണം. അതിഥികൾ വന്നു മേശപ്പുറത്തിരുന്നു, സുപ്രവിരിച്ചു. അതാ ലുക്മാൻ തങ്ങൾ ഒരു പാത്രം സ്പെഷ്യൽ പാചകം ചെയ്തു കൊണ്ടുവന്നു വെച്ചു. അത് നോക്കിയപ്പോൾ ആട്ടിന്റെ നാവാണ്. യജമാനൻ പിറ്റേന്നും തന്റെ അതിഥികൾ വന്നപ്പോൾ തന്റെ അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നടോ ആ ആട്ടിനെ പിടിച്ചിട്ട് നീ അറുക്കണം, അതിന്റെ ഇന്നാലിന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ഭാഗം എനിക്ക് സ്പെഷ്യലായി പാചകം ചെയ്തു കൊണ്ടുവന്ന് വെക്കണം. അന്നേരത്ത് പിറ്റേ ദിവസവും ലുക്മാൻ തങ്ങൾ എന്ന അടിമ അതാ യജമാനന്റെ സുപ്രയിൽ ഒരു മനോഹരമായ പ്ലേറ്റ് മാറ്റി വെക്കുകയാണ്. അന്നും പാചകം ചെയ്തു കൊണ്ടുവന്ന യജമാനൻ നോക്കിയപ്പോൾ നാവാണ്. യജമാനൻ ചോദിച്ചു, അല്ല, ഇന്നലെയും നാവായിരുന്നല്ലോ കൊണ്ടുവന്നത്, ഇന്നും നാവ് തന്നെയാണോ കൊണ്ടുവരുന്നത്? അന്നേരത്ത് ഏറ്റവും മോശപ്പെട്ടത് പറഞ്ഞപ്പോഴും നാവ്, ഏറ്റവും നല്ലത് പറഞ്ഞപ്പോഴും നാവ്. യജമാനനോട് പറഞ്ഞു, യജമാനാ, നന്നായാൽ ഏറ്റവും നല്ലത് നാവാണ്, മോശമായാൽ ഏറ്റവും മോശമായത് നാവാണ്. നന്നായ നല്ലത് നാവാണ്, മോശമായാൽ ഏറ്റവും മോശമായത് നാവാണ്. സഹോദരായിന് ഞാൻ ആലോചിക്കണം, നിങ്ങളുടെ നാവ് നല്ല നാവാണോ? എന്റെ നാവ് നല്ല നാവാണോ? ഹബീബ് പറഞ്ഞു, ഇയ്യാകും വൽ കദിബ ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വൽ ഫുജൂർ യഹ്ദി ഇലൻ നാർ. നിങ്ങൾ നിങ്ങളെ നാവ് കൊണ്ട് വേണ്ടാധീനങ്ങൾ പറയരുത്, തെമ്മാടിത്തരങ്ങൾ പറയരുത്, കള്ളത്തരങ്ങൾ പറയരുത്. നിങ്ങളെങ്ങനെ കള്ളത്തരം പറഞ്ഞാൽ നിങ്ങളെ ആ കള്ളത്തരം പറച്ചിലുകൾ നിങ്ങളെ തെമ്മാടിത്തരത്തിലേക്ക് നയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു കള്ളം നിങ്ങൾ പറയും, നിങ്ങളുടെ കുട്ടി അതാ ചെറിയ കുഞ്ഞിനെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നത് ആരാണ്? അവന്റെ വാപ്പയാണ്. ഹലോ, അബ്ദുൽ കരീമിന്റെ വീടല്ലേ? ആ അതെ, അബ്ദുൽ കരീമിന്റെ വീടാണ്. അബ്ദുൽ കരീം ഉണ്ടോ? അപ്പോളെ അബ്ദുൽ കരീം അപ്പുറത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക മോനോട്, ഇവിടെ ഇല്ല എന്ന് പറ, ഇവിടെ ഇല്ല എന്ന് പറ. ആ അബ്ദുൽ കരീം ഇവിടെ ഇല്ല. ആര് പറയാ? 6 വയസ്സുള്ള മോൻ പറയാണ്, വാപ്പി ഇവിടെ ഇല്ല, ഉപ്പ ഇവിടെ ഇല്ല, എവിടെ പോയിരിക്കുക? ഫോൺ ഇവിടെ, പൈസ കൊടുക്കാനുള്ള ആളാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ മോൻ ഫോൺ എടുത്തിട്ട് മോനോട് വാപ്പ പറയാണ്, കളവ് പറഞ്ഞു പഠിപ്പിക്കുന്നു വാപ്പ. കളവ് പറയാൻ ചെറിയ കള്ളമാണ്.
ഈ വാപ്പ മരിച്ചു, മോൻ വലിയ കള്ളനാവും, വലിയ ജ്വല്ലറി വെക്കുന്ന കള്ളനാവും, ബാങ്ക് കൊള്ളയടിക്കുന്ന കള്ളനാവും, വലിയ കൊലക്കേസിൽ പ്രതി. വാപ്പ നിങ്ങൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ ഖബറിലേക്ക് ഇങ്ങനെ ശിക്ഷ ഇങ്ങനെ കൂടി വരും. എന്താണെന്ന് ശിക്ഷ എത്ര കൂടുതൽ? നിന്റെ മോൻ എന്ന് നല്ലപോലെ മോട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു കുറച്ച് നിനക്കൂടെ ഖബറിൽ തന്നതാണ്. തിന്മ പഠിപ്പിക്കാൻ പാടില്ല. അബ്ദുൽ ഖാദിറുൽ ജീലാനി കളവ് പറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യേലെ പൊന്ന് കൊടുത്തോവർ. കളവ് പറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യേലെ പൊന്ന് കൊടുത്തോവർ. ബിൽ ഖുത്ബി റബ്ബാനി والغوث സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. കൊള്ളത്തലവൻ ചോദിച്ചു, എന്താടാ കയ്യിലുള്ളത്? എന്റെ കയ്യിൽ 40 പൊന്നുണ്ട്, എന്റെ കയ്യിൽ 40 പൊന്നുണ്ട്. ആ കൊള്ളത്തലവൻ ചോദിച്ചു, പറ്റിക്കുവാന്നോടാ എന്നെ? അല്ല, ഞാൻ പറ്റിക്കുന്നതല്ല, കബളിപ്പിക്കുന്നതല്ല. എന്റെ ഈ ചെറിയ കുപ്പായത്തിന്റെ രഹസ്യാറയിൽ കണ്ടില്ലേ, എന്റെ മാതാവ് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചതാണ് 40 പൊന്ന്. ആ 40 പൊന്ന് കയ്യിൽ കിട്ടിയപ്പോ കൊള്ളത്തലവൻ ചോദിച്ചു, കളവ് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? കള്ളം പറയാമായിരുന്നല്ലോ നിനക്ക്, രക്ഷപ്പെടാമായിരുന്നല്ലോ നിനക്ക്. അന്നേരത്ത് പറഞ്ഞു, എന്റെ ഉമ്മ പറഞ്ഞു എന്നോട്, ജീവൻ പോകേണ്ടി വന്നാലും ജീവൻ എന്റെ മാതാവ് എന്നോട് പറഞ്ഞു, തല പോകേണ്ടി വന്നാലും നീ കളവ് പറയരുതേ. ഇതാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്. സത്യം പറയാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ തുഹഖിറ അഖാഹു മുസ്ലിം. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അയാളിങ്ങനെ നടന്നു പോയ കണ്ടില്ലേ, കാല് മുടന്തുള്ള ആള് നടന്നു പോയാൽ നമ്മളിൽപ്പെട്ട ആളുകൾ മുടന്തം പോന്നടാ, മുടന്തൻ. കാല് സുഖമില്ലാത്ത ആളിനെ വിളിക്കുകയാണ് മൊണ്ടി, ഞൊണ്ടി. കണ്ണ് കണ്ടുകൂടാത്തൊരു പാവപ്പെട്ടവനെ കണ്ടാൽ പൊട്ടൻ, കണ്ണുപൊട്ടൻ, അന്ധൻ വിളിച്ചാക്ഷേപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ പോകാൻ പറ്റൂല സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകാൻ പറ്റൂല. നിങ്ങൾ കണ്ടോ, മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നൊരു സംഭവം കാണാം. കണ്ടില്ലേ, ഇമാം അബൂ ഉബൈദ തങ്ങൾ പറയുകയാണ്, മറർതു ഫീ ബഅദിൽ ജിബാൽ. പടുകൂറ്റൻ പർവ്വതങ്ങൾ തിങ്ങി നിറഞ്ഞൊരു പ്രദേശത്തുകൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. ബിശൈഖിൻ അഅമാ വ അസമ്മ മഖ്തൂഉൽ ലദൈനി വൽരിജ്ലൈൻ. അതാ പ്രായമുള്ളൊരു പടുവൃദ്ധനായ മനുഷ്യനിരിക്കുകയാണ്. കൈയില്ല, കാലില്ല, കണ്ണില്ല, കാതില്ല. കൈകളില്ലാത്ത, കണ്ണുകളില്ലാത്ത, കാതുകളില്ലാത്ത ഒരു പടുവൃദ്ധനായ ഏകാന്തനായ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. മഹാൻ പറയുന്നു, ഞാൻ ആ മനുഷ്യന്റെ ചാരത്തേക്ക് അങ്ങ് കടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടിനോട് എന്റെ ചെവി ഇങ്ങനെ ചേർത്തു വെച്ചു. എന്താണ് ആ മനുഷ്യൻ പറയുന്നതെന്നറിയാൻ. കൈയില്ലാത്ത മനുഷ്യൻ, കാലില്ലാത്ത മനുഷ്യൻ, കാതുകൾ മുറിച്ചു മാറ്റിയ മനുഷ്യൻ, കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടു പോയ മനുഷ്യൻ, നന്നേ പ്രായമുള്ള മനുഷ്യൻ, ഒരു മാംസകഷ്ണമായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ നാവിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ നാവ്, എന്റെ ചുണ്ടുകൾ എന്റെ ചെവികൾ ഞാൻ ആ ചുണ്ടിനോട് ചേർത്തു വെച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി
മിമ്മുബ്തുലിയ ബിഹി കസീറൻ മിൻ ഖൽഖി. പടച്ചവനേ, നിനക്കൊരായിരം സ്തുതികീർത്തനങ്ങൾ. എനിക്ക് സുഖം തന്നവനേ, എനിക്ക് സുഖം തന്നവനേ, നിനക്കൊരായിരം സ്തുതികീർത്തനങ്ങൾ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, കയ്യില്ലാത്തൊരു മനുഷ്യൻ പറയാം, നീ എത്രയോ ആളുകൾക്ക് രോഗം നൽകി, നീ എത്രയോ ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ നൽകി, എത്രയോ ആളുകൾക്ക് വലിയ ആപത്തുകൾ നൽകി, മുസീബത്തുകൾ നൽകി, വിഷമങ്ങൾ നൽകി, പ്രയാസങ്ങൾ നൽകി. പക്ഷേ എനിക്ക് സുഖം തന്നവനേ, നിനക്ക് സ്തുതികീർത്തനങ്ങൾ. എനിക്ക് സുഖം തന്നവനേ, നിനക്ക് സ്തുതികീർത്തനങ്ങൾ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം അബൂ ഉബൈദ മഹാൻ പറയുകയാണ്, ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, യാ അഖീ അയ്യു ശൈഇൻ ആഫാകല്ലാഹു മിൻ. സഹോദരാ, വല്ലാഹി മാ അജിദു ജമീഅൽ ബലായാ ഇല്ലാ മഹീതതൻ ബിക. ഞാൻ ഒരുപാട് ആപത്ത് സംഭവിച്ച മനുഷ്യന്മാരെ കണ്ടു, ഒരുപാട് രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് വിഷമം അനുഭവിക്കുന്ന മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെയും ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല. കാരണം നിങ്ങൾക്ക് കണ്ണുകൾ, നിങ്ങൾ അന്ധനായ മനുഷ്യനാണ്, നിങ്ങൾക്ക് ആ ചെവികൾ, നിങ്ങൾക്ക് കൈകളില്ല, നിങ്ങൾക്ക് കൈകളില്ലാത്ത, കാലുകളില്ലാത്ത, കണ്ണുകൾ ചൂർന്നെടുക്കപ്പെട്ടു പോകും, ചെവികൾ ശരീരമാസകലം മുറിവ്, പുഴുക്കൾ വമിക്കുന്ന വളരെ വേദനാജനകമായ ഒരവസ്ഥയിൽ ഇരിക്കുന്ന മനുഷ്യ, നിങ്ങൾക്ക് എന്ത് സുഖമാണ് അല്ലാഹു തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് എന്ത് സുഖമാണ്. നിങ്ങൾ പറയുന്നു, പടച്ചവനെ, പടച്ചവനെ, നീ എനിക്ക് സുഖം തന്നു, നീ എനിക്ക് ഞാൻ എന്റെ ഭൂമിയിൽ എന്റെ അടുത്തുനിന്ന് പോടാ. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മനുഷ്യനോട് ഞാനിത് ചോദിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, എന്റെ അടുത്തുനിന്ന് പോകുന്നുണ്ടോ മനുഷ്യ? എന്റെ റബ്ബെനിക്ക് സുഖം തന്നടോ. ഇത് അത്ലഖലി ലിസാനൻ യുവഹിദുഹു വഖൽബൻ യഅരിഫുഹു വഫീ കുല്ലി ലഹദത്തിൻ യദ്കുറുഹു. ഞാൻ എന്റെ നാവ് കൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ എപ്പോഴും വാഴ്ത്തുകയാണ്. എനിക്ക് അങ്ങനെ അല്ലാഹുവിനെ വാഴ്ത്തുന്ന നാവ് തന്നടോ. എന്റെ റബ്ബിനെ ഞാൻ എന്റെ ഹൃദയം കൊണ്ട് നന്ദിയോടെ സ്മരിക്കുകയാണ്. ഞാൻ എന്റെ റബ്ബിനെ എന്റെ ഖൽബ് കൊണ്ട് നന്ദിയോടെ സ്മരിക്കുകയാണ്. ഞാൻ എന്റെ റബ്ബിനോട് എന്റെ കണ്ണുകൾ എന്തിനെടുത്തു റബ്ബേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട്, എന്റെ കാലുകൊണ്ടിനെടുത്തു. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എങ്ങനെയാ? ഒരു വട്ടം പടച്ചവനടുത്ത് ചോദിച്ചു, പടച്ചവൻ തന്നില്ല. രണ്ടു വട്ടം ചോദിച്ചു പടച്ചോനെടുത്ത്, പടച്ചോൻ തന്നില്ല. 10 വട്ടം ചോദിച്ചു പടച്ചോനെടുത്ത്, പടച്ചോൻ തന്നില്ല. പിന്നെ 11ാമത്തെ വട്ടം നിങ്ങൾ ചോദിക്കുമ്പോ, പടച്ചോനെ, നീ ഇതെന്തൊരു പടച്ചോനാ പടച്ചോനെ, കുറെ കാലമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല പടച്ചോനെ, എന്താ തരാത്തെ? പിന്നെ പടച്ചോനോട് പിണക്കമായി.
ഇതാണ് എൻ്റെ ശൈലി, നിങ്ങളുടെ ശൈലി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ മനുഷ്യൻ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഒരുത്തന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ കാലൊടിഞ്ഞു, സ്ലിപ്പായി വീണ് കാലൊടിഞ്ഞു. എന്നാലും പടച്ചോൻ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, റമദാന് നോമ്പ് പിടിക്കുന്നുണ്ട്, സകാത്ത് കണക്ക് നോക്കി കൊടുക്കുന്നുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, എല്ലാ കാര്യം. എന്നിട്ടും പടച്ചോൻ ചെയ്ത പണി നോക്ക്, കാല് വീണം ഒടിഞ്ഞു പോയി. എന്തൊരു വേദനയാ, ഓ എന്തൊരു പണിയാ, അമട്ടം പണിയാ നീ തന്ന കേട്ടോ. ഞാനും നിങ്ങളും ഈ സ്വഭാവക്കാരാണ്. എന്നാൽ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് പരാതി പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ നാവ് കൊണ്ട് എൻ്റെ റബ്ബിനോട് പരിഭവം പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ റബ്ബിനോട് എന്തിന് റബ്ബേ എൻ്റെ കണ്ണുകളുടെ കാഴ്ചശക്തി നീ എടുത്തെന്ന് ചോദിച്ചില്ല, എന്തിനു റബ്ബേ എൻ്റെ കാതുകൾ നീ ഛേദിച്ചു കളഞ്ഞെന്ന് ചോദിച്ചില്ല, എന്തിനു റബ്ബേ എൻ്റെ കാലുകൾ നീ നഷ്ടപ്പെടുത്തിയെന്ന് ചോദിച്ചില്ല, എന്തിനു പടച്ചവനെ എൻ്റെ കൈകൾ മുറിച്ചു മാറ്റിക്കളഞ്ഞെന്ന് ഞാൻ ചോദിച്ചില്ല. ഇത് അത്ലഖലി ലിസാനൻ യുവഹിദുഹു وقلبا يعرفه وفي كل لحظة يذكره. എന്റെ എല്ലാ സമയവും ഞാൻ ദിക്റിലാണ്, എന്റെ ഖൽബ് മുഴുവനും എന്റെ റബ്ബിന്റെ വിചാരങ്ങളാണ്, എന്റെ റബ്ബിനെ ഞാൻ എന്റെ നാവ് കൊണ്ട് സ്തുതിക്കുകയാണ്. അങ്ങനെ എന്റെ ഖൽബിൽ മുഴുവനും പടച്ചവന്റെ വിചാരങ്ങൾ നിറച്ചൊരു ഖൽബ് എനിക്ക് റബ്ബ് തന്നില്ലേ, എന്റെ റബ്ബിനെ കുറിച്ച് വാഴ്ത്തുന്ന നാവ് എനിക്ക് എന്റെ റബ്ബ് തന്നില്ലേ. ഞാൻ എന്റെ റബ്ബിനോടൊരു പരാതിയും ഒരു കംപ്ലൈന്റും ഒരു പരിഭവവും ഇന്ന് വരെ പറഞ്ഞില്ലല്ലോ. അങ്ങനത്തെ ഒരു നല്ലൊരു നാവും നല്ലൊരു ഹൃദയവും എനിക്ക് എന്റെ പടച്ചവൻ തന്നില്ലേ. ഇതിലും വലിയ സുഖം എനിക്ക് മറ്റെന്താണ് വേണ്ടത് സഹോദരാ? മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരു ഖൽബ് എനിക്കുണ്ടോ? നാവിന്റെ നാശം സോദരാ സൂക്ഷിക്കണേ, നരകത്തിലേക്കൊരു വഴി എളുപ്പം നൽകുമേ. നാവിന്റെ നന്മകൾ സ്നേഹിതാ നീ തേടണേ, സ്വർഗീയ പാതകൾ വേഗമാക്കി നൽകുമേ. ഉമ്മമാരുടെ ഭാഗത്ത് നേരത്തെ നടത്തിയില്ല അല്ലേ? പോട്ടെ നേരത്തെ ഇവിടെ നടത്തിയോ? അപ്പോഴേ നടത്തണ്ടേ, അതിനല്ലേ ദുആയക്കാരൻ. നിങ്ങൾ ഏത് ലോകത്തായിരുന്നു? സ്വലാത്തിൽ ദുആയിരുന്നില്ലേ? അപ്പൊ പോവാൻ പറഞ്ഞില്ലേ? അപ്പൊ പോവാത്ത നാവിന്റെ നാശം സോദരാ സൂക്ഷിക്കണേ, നരകത്തിലേക്കൊരു വഴി എളുപ്പം നൽകുമേ. നാവിന്റെ നന്മകൾ സോദരാ നീ തേടണേ, സ്വർഗീയ പാതകൾ വേഗമാക്കി നൽകുമേ. നിങ്ങളിൽ ആരാണ് മുഫ്ലിസ്? അതദ്റൂന മനിൽ മുഫ്ലിസ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, നിങ്ങളിൽ ആരാണ് പാപ്പരസൂട്ടായ മനുഷ്യൻ? സുബ്ഹാനല്ലാഹ്. നിങ്ങളിൽ ആരാണ് ഗതിമുട്ടിയവൻ? നിങ്ങളിൽ ആരാണ് വഴിമുട്ടിയവൻ? നിങ്ങളിൽ ആരാണ് കൈവലഞ്ഞു പോയ മനുഷ്യൻ? അതദ്റൂന മനിൽ മുഫ്ലിസ്? നിങ്ങൾക്ക് മുഫ്ലിസ് ആരാന്നറിയുമോ? സഹാബത്തിനോട് ഒരു ദിവസം പ്രഭാതത്തിൽ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഒട്ടും വയ്യ, സുഖമില്ല, തൊണ്ടാകെ പോയിരിക്കുക. അള്ളാഹു നന്നാക്കട്ടെ. എല്ലാവരും ഒന്ന് ആമീൻ പറയല്ലോ. കുറച്ച് ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. ദേഷ്യമുണ്ടോ? എന്താ ആമീൻ പറയാത്തത്? അള്ളാഹു നന്നാക്കട്ടെ. എന്തോ വിചാരിക്കും ആമീൻ പറഞ്ഞില്ലെങ്കിൽ എന്നും പറഞ്ഞ ആമീൻ പറഞ്ഞാൽ തോന്നുന്നു. അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് വഴിമുട്ടിയവൻ, ആരാണ് ഗതിമുട്ടിയവൻ, ആരാണ് കൈവലഞ്ഞവൻ, ആരാണ് പാമരൻ, ആരാണ് പാപ്പരസൂട്ടായ മനുഷ്യൻ എന്ന് ചോദിച്ചു. അന്നേരത്തെ സഹാബിമാര് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ. ഞങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിസ് ആരാണെന്ന് ചോദിച്ചാൽ പണമില്ലാത്തവനാണ് നബിയേ. സാധന സാമഗ്രികൾ സമ്പത്തില്ലാത്തവനാണ്, ഭക്ഷ്യവസ്തുക്കളില്ലാത്തവനാണ്, ധാന്യങ്ങളില്ലാത്തവനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പാമരൻ എന്ന് പറഞ്ഞു സഹാബത്ത്. അന്നേരത്ത് ഹബീബ് പറഞ്ഞു, സഹാബിമാരേ, ഇന്നൽ മുഫ്ലിസ മിൻ, ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസലാത്തിൻ വസകാത്തിൻ. എന്റെ സമുദായത്തിലെ പാമരൻ ആരാന്ന് ചോദിച്ചാൽ നാളെ പരലോകത്ത് വരും. അവന്റെ കയ്യിലെമ്പാടും നിസ്കാരമുണ്ട്, അവന്റെ കയ്യിലെമ്പാടും നോമ്പുണ്ട്, അവന്റെ കയ്യിലെമ്പാടും സകാത്തുണ്ട്, അവന്റെ കയ്യിൽ ധാരാളം ഇബാദത്തുകളുണ്ട്. അങ്ങനെ ധാരാളം ഇബാദത്തുകളുമായി പരലോകത്ത് ഒരാൾ കടന്നു വരികയാണ്. സിറാത്ത് പാലത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഈ സിറാത്ത് പാലമാണ് കടക്കാനുള്ളത്. ഈ സിറാത്ത് പാലം അങ്ങ് കടന്നാൽ അവൻ സ്വർഗത്തിലാണ്. അങ്ങനെ നിസ്കാരവുമായി ധാരാളം നോമ്പുമായി സുഹൃതങ്ങളുമായി ഈ മനുഷ്യൻ ഇങ്ങനെ വരുമ്പോൾ അതാ മലക്കുകൾ കുറെ ആളുകളെയുമായിട്ട് ആ മനുഷ്യന്റെ അടുത്ത് വരികയാണ്. മലക്കുകൾ പറയും, وقذف هذا وأكل مال هذا وضرب هذا وسفك دم هذا. പടച്ചവനെ, ഇവൻ അന്യായമായി ഇന്നയാളുടെ മുതൽ തിന്നവനാണ്. ഇവൻ അന്യായമായി ഇയാളെ തെറി പറഞ്ഞവനാണ്. ഇവൻ അന്യായമായി ആക്രമിച്ചയാളാണ്. ഇവൻ അന്യായമായി ഈ പാവപ്പെട്ടവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചിന്തിയവനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹബീബായ തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ പാമരനായ മനുഷ്യൻ ആരാണെന്നറിയുമോ? നാവിനെ സൂക്ഷിക്കാത്ത മനുഷ്യനാണ്. ഖദ് ശതമ ഹാദാ. ഈ മനുഷ്യൻ ഇന്നാലിന്ന ആലിമിനെ പറ്റി ദൂഷ്യം പറഞ്ഞിരിക്കുകയാണ്, ഇന്നാലിന്ന മനുഷ്യനെ പറ്റി വേണ്ടാത്തരം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, സ്വർഗത്തിലേക്ക് പോകാൻ ഇനി ഒരു കടമ്പ മാത്രമേ കടക്കാനുള്ളൂ. അതാ സിറാത്ത് പാലമെന്ന കടമ്പയാണ്. ആ കടമ്പ കടക്കാൻ നിൽക്കുമ്പോഴാണ് വന്നിട്ട് പറയുന്നത്, ഇവൻ ഇന്നാലിന്നയാളെ തെറി പറഞ്ഞു. റബ്ബേ, ഇവൻ തെറി പറഞ്ഞോ? അതെ, തെറി പറഞ്ഞു. ഇവൻ ഫിത്ന പറഞ്ഞു, ഇവൻ ഫസാദ് പറഞ്ഞു, ഇവൻ വേണ്ടാത്തരം പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, ഏഷണി പറഞ്ഞു, ഇവൻ ഭീഷണി പറഞ്ഞു. അന്നേരത്ത് ആ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് ഫയുഅത ഹാദാ മിൻ ഹസനാതിഹി, അവന്റെ നന്മകൾ, ആ മനുഷ്യന്റെ നന്മകൾ മുഴുവനും എടുക്കപ്പെടുകയാണ്. അവൻ ആരെ തെറി പറഞ്ഞു, ആരെ ഫിത്ന പറഞ്ഞു? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആരെ ഫിത്ന പറഞ്ഞു, ആരെ തെറി പറഞ്ഞു, ആ മനുഷ്യനെ കൊടുക്കും. ഇയാളെ പറ്റി ദുനിയാവി വെച്ച് ചീത്ത വിളിച്ചു അല്ലേ? ഇയാളെ പറ്റി ഫിത്ന പറഞ്ഞ് നടന്നല്ലേ? നുണ പറഞ്ഞ് നടന്നല്ലേ? ഇയാളുടെ ഹജ്ജ്, ഇയാളുടെ സക്കാത്ത്, ഇയാളുടെ നിസ്കാരം, ഫഇൻ ഫനിയത് ഹസനാതുഹു, അവന്റെ നന്മകൾ മുഴുവനും തീർന്നുപോയി. ഖബല അൻ യുഖലാ മാ അലൈഹി,
ഇവനോടുള്ള കടമയ്ക്കനുസരിച്ച് നന്മകൾ കൊടുത്തു തീരുന്നതിനു മുമ്പേ ഇവന്റെ നന്മകളെല്ലാം അങ്ങ് തീർന്നുപോയി. അവന്റെ തെറ്റുകൾ ഇവന്റെ കിതാബ് തുറന്നു നോക്കുമ്പോൾ പടച്ചവനെ എന്റെ സക്കാത്ത് കാണാനില്ല, എന്റെ ഹജ്ജ് കാണാനില്ല, എന്റെ നോമ്പ് എവിടെ, എന്റെ ഹജ്ജ് എവിടെ, ഞാൻ കള്ളു കുടിച്ചിട്ടില്ലല്ലോ, ഞാൻ പെണ്ണ് പിടിച്ചിട്ടില്ലല്ലോ, ഞാൻ ചൂത് കളിച്ചിട്ടില്ലല്ലോ, ഞാൻ പലിശ ഇടപാട് നടത്തിയിട്ടില്ലല്ലോ, എന്റെ കിതാബിൽ പലിശ ഇടപാട് നടത്തിയത് കാണുകയാ, എന്റെ ഹജ്ജ് എവിടെ? ഇവനാകെ അങ്കലാപ്പിലായി നിലവിളിക്കുകയാണ്. നേരത്തെ മലക്കുകൾ വന്നിട്ട് പറയും, സഹോദരാ നീ എന്ത് വിചാരിച്ചു? നീ ദുനിയാവിൽ വെച്ച് നീ തേർഡ് റേറ്റ് റൗഡിയായിരുന്നു, നിനക്ക് അന്ന് സ്ഥാനമാനമുണ്ടായിരുന്നു, ധാരാളം പണമുണ്ടായിരുന്നു, പത്രാസ് ഉണ്ടായിരുന്നു, പാവങ്ങളെ മുഴുവനും നീ ആക്രമിച്ച് വേദനിപ്പിച്ച് ഒരുപാട് പ്രയാസപ്പെടുത്തി. ഇത് ആഖിറമാണ്, ഇവിടെ ജയിക്കാമെന്ന് കരുതണ്ട. ഇവിടെ പടച്ചവൻ ലിമനിൽ എന്നാർക്കാണ് അധികാരമുള്ളത്? ഇന്ന് എനിക്കാണ് ഇവിടെ അധികാരമുള്ളത്. അങ്ങനെയുള്ള പരലോകമാണ് ഈ പരലോകം. അതുകൊണ്ട് എല്ലാവരും കൊടുക്കേണ്ടത് കൊടുത്തു തീർത്ത് എല്ലാവരുടെ കടമയും കടപ്പാടും അവസാനിച്ചിട്ടല്ലാതെ സ്വർഗത്തിന്റെ പരിമളം പോലും നിനക്ക് ലഭിക്കുകയില്ല. നീ സ്വർഗാവകാശിയായിരുന്നു, നീ നിസ്കാരക്കാരനായിരുന്നു, പക്ഷേ നിന്റെ നാവു കാരണമായി നീ ഇപ്പോൾ പാമരനായിരിക്കുകയാണ്, പാവപ്പെട്ടവനായിരിക്കുകയാണ്. അതുകൊണ്ട് മലക്കുകൾ പിടിക്കും, വലിച്ചെറിയുവീൻ മലക്കുകളെ, അവനെ കത്തിക്കാളുന്ന നരകത്തിൽ അഗ്നി കുണ്ടാരത്തിലേക്ക് അവനെ വലിച്ചെറിയുവീൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനൊരു ഭീകരമായൊരവസ്ഥയിൽ ഞാനും നിങ്ങളും ആപതിച്ചു പോയാൽ സഹോദരങ്ങളെ നമുക്ക് രക്ഷയുണ്ടാകുമോ? ഉണ്ടാകുകയില്ല. നമുക്ക് അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ജയിക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഞാനും നിങ്ങളും എന്തു വേണം? അല്ലാഹുവിന്റെ മാർഗത്തിലായി. എന്റെ ഉമ്മ, നിങ്ങൾ എത്ര ഉമ്മമാരാണ് ഖത്മോതുന്ന ഉമ്മമാരുള്ളത്? പഴയ കാലഘട്ടത്തിലൊക്കെ മൗലിദോതുന്ന ഉമ്മമാരുണ്ടായിരുന്നു. ചെറിയ മക്കൾക്കൊക്കെ മുഹീദ്ദീൻ മാല കാണാതെ അറിയാമായിരുന്നു. പക്ഷേ അതിന്റെ സ്ഥാനത്തുനിന്ന് സീരിയൽ മാലയാണ്, സിനിമാ മാലയാണ്, ആൽബം പാട്ട് മാലയാണ്. സുബ്ഹാനല്ലാഹ്. ഇതെന്തൊരു ഗതികേട്, ഇതെന്തൊരു ഗതികെട്ടൊരവസ്ഥയാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തന്ന നാവ് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ പ്രയത്നിക്കുന്നവരാകണം. സ്വലാത്ത് വലിയൊരു മാർഗമാണ്. നേരത്തെ ഞാൻ നിങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിച്ചില്ലേ സഹോദരങ്ങളെ? അതൊരു പ്രത്യേകതയുള്ള സംഭവമാണ്. എല്ലാ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കണമെന്നില്ല. ഒരു മതിലിന്റെ പുറത്തൊരു തേങ്ങ ഇരിക്കുകയാണ്. ഒന്നുകിൽ അത് അപ്പുറത്തു വീഴാം, അതല്ലെങ്കിൽ അത് ഇപ്പുറത്തു വീഴാം. ഇതുപോലെയാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും. എന്നാൽ സ്വലാത്ത് അങ്ങനെയല്ല. അത് അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളതാണ്. അദ്മി സ്വലാത്ത് അലൻ നബി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത്ത് അലൻ നബി മുഹമ്മദി. സഹോദരാ, നീ നിസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെന്ന് എന്തുറപ്പാ? നീ നിർവഹിക്കുന്ന നോമ്പ് അല്ലാഹു സ്വീകരിക്കുമെന്ന് എന്തുറപ്പാ? ഉറപ്പായിട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഇബാദത്താണ് സ്വലാത്ത്. സ്വലാത്ത് ധാരാളമായി ചൊല്ലി ചൊല്ലി മദീനയിലെ രാജാവിനോടൊരടുപ്പമുണ്ടാക്കിയെടുത്ത് മദീനയിലെ രാജാവിന് നമ്മൾ പരിചയമുള്ളവരായി മാറിയാൽ
നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാം ഉമ്മമാരെ. കണ്ടില്ലേ, ചില ആളുകൾ തെറ്റ് ചെയ്യും, ചില ആളുകൾ തെറ്റു ചെയ്യുമ്പോൾ ഒരാളത് കാണുകയാണ് തെറ്റ്. ഇയാൾ വലിയ മാന്യനായിരുന്നു, സമൂഹത്തിൽ നിലയും വിലയുമുള്ളൊരു നല്ല മാന്യനായ മനുഷ്യനായിരുന്നു അയാൾ അങ്ങ് തെറ്റു ചെയ്യുകയാണ്. തെറ്റ് ചെയ്തപ്പോൾ മറ്റൊരാളത് കണ്ടുപോയി. ഇയാള് പറഞ്ഞു, അമ്പടാ, ഇവൻ വലിയ നല്ല ആളായി നടന്നയാളല്ലേ, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തോ. നാട്ടിലിറങ്ങി ഇവൻ 10 പേരോട് പറയുകയാണ്. ആ 10 പേര് വീണ്ടും 10 പേരോട് പറയും. അങ്ങനെ 100 പേരായി. ആ 100 പേര് 100 പേരോട് പറയും. അപ്പോൾ എങ്ങനെ? സുബ്ഹാനല്ലാഹ്, എത്ര വേഗമാണ് 10,000 ആളുകളാകുന്നത്. ആ 10,000 ആളുകൾ എത്രയോ പെട്ടെന്ന് ലക്ഷങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യപ്പെടുകയാണ്. ഒരു സുപ്രഭാതത്തിൽ വ്യഭിചരിച്ചു എന്ന് കരുതുക. ഈ വ്യഭിചാരിയുടെ ഖൽബിൽ പശ്ചാത്താപ വിചാരമുണ്ടായി. അവനൊരു പാതിരാത്രി സമയം റമദാനിലെ 27-ാം രാവിന്റെ രാത്രിയിൽ അല്ലാഹു ലക്ഷക്കണക്കിന് ആളുകളെ സ്വർഗത്തിന്റെ കവാടം തുറന്നു സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് പ്രവേശിപ്പിക്കുന്ന രാത്രിയിൽ അവൻ റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹുവേ, ഞാനൊരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങി ഒരു തെറ്റ് ചെയ്തു പോയി, കള്ളു കുടിച്ചു പോയി, വ്യഭിചരിച്ചു പോയി, നീ എനിക്ക് മാപ്പ് നൽകണം അല്ലാഹ് എന്നൊരൊറ്റ ദുആ ഖൽബ് പൊട്ടി കണ്ണീരൊലിപ്പിച്ചുകൊണ്ടങ്ങ് ദുആരന്നപ്പോൾ അല്ലാഹു അവന്റെ വ്യഭിചാരം അങ്ങ് പുറത്തു കൊടുത്തു. പക്ഷേ സഹോദരാ, അവൻ വ്യഭിചരിച്ച വ്യഭിചാരത്തെ പറ്റി 10 ആളുകളോട് പറഞ്ഞവൻ, ആ 10 ആളുകൾ 100 ആളുകളിലേക്ക് പ്രചരിപ്പിച്ചവൻ, ആ 100 ആളുകൾ 1000-ഉം 10,000-ഉം ആളുകളിലേക്ക് പ്രചരിപ്പിച്ച തെറ്റുണ്ടല്ലോ, ആ തെറ്റ് മുഴുവൻ പൊറുക്കപ്പെടണമെങ്കിൽ ഇവൻ പൊരുത്തപ്പെടണം. അവൻ അല്ലാഹുവിനോട് അവൻ ചെയ്ത തെറ്റിനെ ഖേദിച്ചു മടങ്ങി. അവൻ പടച്ചവന്റെ അടുക്കൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങി. ഈ പറഞ്ഞ ആളുകൾ രക്ഷപ്പെടുമോ? ഇങ്ങനെ നമുക്ക് വലിയ പരാജയം വന്നു പോകും. കണ്ടില്ലേ, മദീനയിൽ ഒരു സഹോദരൻ ഹബീബായ തങ്ങളുടെ ചാരത്ത് വരികയാണ്. നബിയേ, ഞാൻ മദീനക്കാരനാണ്, മദീനയിലെ അങ്ങേ അറ്റത്ത് താമസിക്കുന്നയാളാണ്. എനിക്ക് ഈ മദീനയിൽ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ വലിയ സന്തോഷമാണ്. മദീനയിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണ്. പക്ഷേ ഈ മനുഷ്യൻ മദീനയിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം എന്തിന്റെ പേരിലാണെന്നറിയുമോ? അയാള് പറയുകയാണ്, ആ മരണപ്പെട്ട വ്യക്തിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ആളുകളും ഒഴിഞ്ഞു പോയാൽ ഞാൻ പാതിരാത്രിയാകാൻ കാത്തിരിക്കും. രാത്രി ഇങ്ങ് വന്നാൽ ഞാൻ ആ ഖബറിന്റെ ചാരത്തേക്കങ്ങ് ചെല്ലും. ആ ഖബറിന്റെ ചാരത്ത് ചെല്ലിയിട്ട് മീസാൻ കല്ല് ഞാൻ വലിച്ചു പുഴുകും. ആ ഖബർ ഇങ്ങനെ മാന്തിയിട്ട് അതിൽ കിടക്കുന്ന മയ്യത്തിന്റെ കഫം പുടവ ഞാൻ വലിച്ചൂരിയെടുക്കും. എന്നിട്ട് ആ മയ്യത്തിനെ അതിനകത്തിട്ട് മറമാടി തിരിച്ചു പോകും. ആ കഫം പുടവ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തും. എന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. നബിയേ, ഇന്നലെ ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പ്രമാണിയുടെ മകളങ്ങ് മരിച്ചുപോയി. 16-17 വയസ്സു പ്രായമുള്ള നല്ല കാണാൻ ചന്തമുള്ള മാംസളമായ ശരീരമുള്ള പെൺകുട്ടി അങ്ങ് മരിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം പണക്കാരന്റെ മോളാണ്, പണക്കാരൻ, സമ്പന്നൻ. അഥവാ കഫം പുടവ നല്ല വില കൂടിയ കഫം പുടവയാണ് ധരിപ്പിക്കുക. ആ കഫം പുടവയ്ക്ക് നല്ല വില കിട്ടുമല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചിരുന്നു. ആ ഖബറടക്കം കഴിഞ്ഞ ജനങ്ങളെല്ലാം അങ്ങ് പിരിഞ്ഞു പോയപ്പോൾ ഞാൻ ആ പാതിരാത്രി സമയം ഖബർസ്ഥാനിലേക്ക് നടന്നങ്ങ് ചെല്ലുകയാണ്. ആ
ഖബറിന്റെ മീസാനുകളിൽ മാറ്റി മണ്ണ് മാന്തി ആ ജനാസയെടുത്ത് ഞാൻ അങ്ങ് പുറത്തു വെച്ചു. ആ ജനാസയിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി ഞാൻ അഴിച്ചു മാറ്റി. മാംസളമായ കാണാൻ ചന്തമുള്ള ആ ചെറിയ പെൺകുട്ടിയുടെ ശരീരം എന്റെ കണ്ണുകളിൽ, എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വൈകാരിക പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കി നബിയേ. ഞാൻ ആ ജനാസയുടെ പുറത്ത് എന്റെ ആവശ്യ പൂർത്തീകരണം നിർവഹിക്കാൻ ഞാൻ അങ്ങ് പ്രവേശിക്കാൻ അടുത്തപ്പോൾ ആ ജനാസയുടെ ഭാഗത്തു നിന്നൊരു അശരീരി കേൾക്കുകയാണ്, എടാ വ്യഭിചാരിയായി എന്നെ പടച്ചവന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കുന്നോടാ, വ്യഭിചാരിയായി എന്നെ പടച്ചവന്റെ അടുക്കലേക്ക് നീ പറഞ്ഞേക്കുന്നോടാ എന്നൊരശരീരി അങ്ങ് കേട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരം പഴയതുപോലെ കഫം പുടവ ധരിപ്പിച്ച് ഞാൻ ആ ഖബറിന്റെ അകത്തളത്തിലേക്ക് താഴ്ത്തി വെച്ച് മണ്ണുമോടിയിട്ടിട്ട് ഞാൻ അവിടുത്തെ സവിധത്തിലേക്ക് ഓടി വരികയാണ് നബിയേ. റഹ്മാനായ റബ്ബ് എന്നോട് കാരുണ്യം ചെയ്യുമോ നബിയേ? അല്ലാഹു എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമോ നബിയേ? എന്റെ റബ്ബ് എന്നോട് മാപ്പ് തരുമോ നബിയേ? ഈ സഹോദരൻ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത് നിൽക്കുകയാണ്. അരയിൽ കിടന്ന മൂർച്ചയുള്ള വാൾ വലിച്ചൂരിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് അനുമതി തന്നാൽ ഇവന്റെ തല ഞാൻ എടുക്കാം നബിയേ. അന്നേരത്ത് ഹബീബായ തങ്ങള് പറയുകയാണ്, ഉമറേ, ഇന്നല്ലാഹ തവ്വാബുർ റഹീമാ, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കും ഉമറേ, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും ഉമറേ. സഹോദരന്മാരെ, സഹോദരന്മാരെ, അതുകൊണ്ട് തെറ്റു ചെയ്ത ആളുകൾ ഈ പാതിരാത്രിയിൽ ഒരു നിർണായകമായ രാത്രിയാകട്ടെ. ഈ രാത്രി എന്റെ സദസ്സിൽ നിന്ന് ആരെങ്കിലും വ്യഭിചരിച്ചവരെ, കള്ളു കുടിച്ചവരെ, പെണ്ണ് പിടിച്ചവരെ, ചൂത് കളിച്ചവരെ, അല്ലാഹു മറന്ന് ജീവിച്ചവരെ, ഈ പാതിരാത്രിയിൽ പ്രതിജ്ഞ എടുക്കുക, ഇനി കള്ളു കുടിക്കില്ല, ഇനി പെണ്ണ് പിടിക്കില്ല, ഇനി ചൂത് കളിക്കില്ല, ഇനി മേലാൽ ഞാനൊരു തോന്നിവാസത്തിനും പോകില്ല, എന്റെ റബ്ബിനെ പേടിച്ച് ഞാൻ നല്ലൊരു ജീവിതം നയിക്കാം എന്ന് ഈ രാത്രിയിൽ ഒരു പ്രതിജ്ഞയെടുത്താൽ, ചെറുപ്പക്കാരാ, ഒരു പക്ഷേ നിന്റെ ആഖിറവും നിന്റെ ആഖിറവും എന്റെ ഖബറും നിന്റെ ഖബറും നന്നായേക്കാം. നിങ്ങൾ വിചാരിക്കും, മുസ്ലിയാരെ, നിങ്ങൾ ഇതൊക്കെ പറയും, ഞങ്ങൾക്ക് 18 വയസ്സേ പ്രായമായിട്ടുള്ളൂ, 25 വയസ്സേ പ്രായമായിട്ടുള്ളൂ, ഞങ്ങൾ ഇപ്പോഴൊന്നും മരിക്കുന്ന ആളുകളല്ല. അത് തെറ്റായ ധാരണയാണ്, അത് വേണ്ടാത്ത ചിന്തയാണ്. എപ്പോഴാണ് അല്ലാഹു നിന്റെയും എന്റെയും ആത്മാവിനെ പിടിക്കുക എന്ന് പറയാനാവില്ല. എന്നോട് ചോദിച്ചിട്ടല്ല, നിന്നോട് ചോദിച്ചിട്ടല്ല റബ്ബ് എന്റെയും നിന്റെയും ആത്മാവിനെ പിടിക്കുക. കണ്ടില്ലേ, ഞങ്ങളുടെ നാടിനടുത്ത് 30 വയസ്സ് പ്രായമുള്ള ടിപ്പർ ലോറി ഓടിച്ചു നടന്നൊരു ചെറുപ്പക്കാരൻ, ഒരു പനി വന്നതാണ്, ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു RCCയിൽ പോകാൻ. RCCയിൽ വളരെ ഫാസ്റ്റായി കൊണ്ടുപോയി. കൺസൾട്ടിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ മനുഷ്യൻ ഇനി ചികിത്സയില്ല. സഹോദര, ടിപ്പർ എന്ന് പറഞ്ഞാൽ അറിയാമോ? ടിപ്പർ എന്താ? അതെ, വലിയ ലോറി. ആ ലോറി ഓടിച്ചുകൊണ്ട് നടന്ന 30 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പെട്ടെന്നൊരു പനി വന്നു. ഇന്നലെ വരെ ആഹാരം കഴിച്ചയാൾ, ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചയാൾ, ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാണ്. പെട്ടെന്നൊരു പനി,
മൂന്നാമത്തെ ദിവസം അവൻ മരണപ്പെട്ടു പോയി. ഡോക്ടർമാര് പറഞ്ഞു, കുടൽ എന്ന് പറയുന്ന ഒരു സാധനം ഇവനില്ല, അത് മുഴുവനും നശിച്ചിരിക്കുകയാണ്. ഇനി അതിനകത്ത് സർജറി ചെയ്തിട്ടോ കീമോതെറാപ്പി ചെയ്തിട്ടോ റേഡിയേഷൻ തെറാപ്പി ചെയ്തിട്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല. സഹോദരങ്ങളെ, അങ്ങേ അറ്റം പറ്റിയപ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ചില ക്യാൻസർ അങ്ങനെയാണ്, അറിയില്ല. അവന്റെ കുഞ്ഞ് വൈഫ് പ്രസവിച്ചിട്ട് 8ാമത്തെ ദിവസം അവൻ മരണപ്പെട്ടു പോയി. അവന്റെ 22 വയസ്സ് പ്രായമുള്ള ഭാര്യ വിധവയായി. അവന്റെ 2 മക്കൾ യതീമുകളായി. 30 വയസ്സേ ആ ചെറുപ്പക്കാരന് പ്രായമുള്ളൂ. നിങ്ങളും ഞാനും എന്ത് മനസ്സിലാക്കി? അള്ളാഹുവിന്റെ ദുനിയാവിൽ പടച്ചവൻ തന്ന ചെറിയ ആയുസ്. അള്ളാഹുവേ, നീ ഞങ്ങളെ നല്ലവരാക്കണേ റഹ്മാനേ. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, അള്ളാഹു നമുക്ക് നല്ലതിനെല്ലാം തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ലൊരു ജീവിതം നമ്മൾ നയിക്കണം. നമ്മുടെ നാവിനെ നമ്മൾ വിശേഷിച്ച് സൂക്ഷിക്കണം. ഒരൊറ്റ ആലിമീങ്ങളെയും നമ്മൾ തെറി പറയാൻ പാടില്ല. ഒരൊറ്റ തങ്ങളെയും നമ്മൾ കൊച്ചാക്കാൻ പാടില്ല. ഒരൊറ്റ ആലിമീങ്ങളെയും നമ്മൾ മോശം പറയാൻ പാടില്ല. ആ ആലിമ ആ ഗ്രൂപ്പിൽപ്പെട്ടയാളാണ്, മറ്റേ തങ്ങൾ മറ്റേ ഗ്രൂപ്പിൽപ്പെട്ടയാളാണ്. തങ്ങന്മാര് ഏത് ഗ്രൂപ്പിലോ ആയിക്കോട്ടോ, എനിക്കും നിങ്ങൾക്കും എന്താ കാര്യം? ആലിമീങ്ങൾ ഏത് ഗ്രൂപ്പിലോ ആയിക്കോട്ടെ, എനിക്കും നിങ്ങൾക്കും എന്താ കാര്യം? നമ്മുടെ നാവ് കൊണ്ട് ഒരൊറ്റ ആലിമിനെയും നിങ്ങൾ കണ്ടില്ലേ? മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. സുബ്ഹാനല്ലാഹ്. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിനെ സമകാലീനനായ ഒരു പണ്ഡിതൻ മസ്അലാപരമായൊരു വിഷയം വന്നപ്പോൾ അദ്ദേഹത്തോട് അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരൽപ്പം കടുത്ത രീതിയിൽ വിമർശിച്ച് അഭിപ്രായം പറഞ്ഞു പോയി. ആ പണ്ഡിതനങ്ങ് മരിച്ചു കിടക്കുകയാണ്. ആരാണ് ഇമാമുൻ നവവി? കാണാൻ കൊള്ളാവുന്ന ആൺകുട്ടികളുടെ മുഖത്ത് നോക്കൽ ഹറാമാണെന്ന് പറഞ്ഞ മഹാനാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറെ പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ നവവി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ്. അവര് കുറെ കാണാൻ സുന്ദരന്മാരായ ആൺകുട്ടികളെ നവവി ഇമാമിന്റെ മുന്നിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടു. നവവി ഇമാം കിതാബ് രചനയിലാണ്. 40 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ ഇമാമുൻ നവവി. പക്ഷേ അവിടുത്തെ ആയുസ്സിനെക്കാളേറെ കിതാബ് രചന നടത്തി അത്ഭുതം സൃഷ്ടിച്ച മഹാനാണ്. മഹാനവറുകൾ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ആ കിതാബ് രചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ കാണാൻ സുന്ദരന്മാരായ ആൺകുട്ടികൾ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് അങ്ങ് കടന്നു വരികയാണ്. അവരിൽ പലരും ഇമാമുൻ നവവി തങ്ങളെ നോക്കി ആക്ഷേപത്തിന്റെ സ്വരത്തിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തു പറഞ്ഞു? ഞങ്ങളുടെ മുഖത്ത് നോക്കൽ ഹറാമാണെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾ ഞങ്ങളെ നോക്കൂല അല്ലേ? നിങ്ങൾ ഞങ്ങളെ നോക്കൂല അല്ലേ എന്ന് പറഞ്ഞ് നവവി ഇമാമിന്റെ മുന്നിലേക്ക് ഈ കുട്ടികൾ വന്നിങ്ങനെ കളിക്കുമ്പോൾ ഇമാമുൻ നവവി തങ്ങളുടെ ഖൽബങ്ങ് വേദനിക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ ദീനാണ് മഹാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ദീൻ പറയുന്ന വിഷയത്തിൽ മുതലാളിമാരെ പേടിച്ചില്ല, രാഷ്ട്രീയ പ്രമുഖന്മാരെ പേടിച്ചില്ല, ഒരു പണത്തിന്റെ ഉടമയെയും പേടിച്ചില്ല. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഇമാമുൻ നവവി തങ്ങൾ ആ മസ്അല പറഞ്ഞത്. ഈ കുട്ടികൾ വന്നിങ്ങനെ മഹാനവറുകളെ പരീക്ഷിച്ച് കളിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ നവവി ഇമാം തങ്ങളുടെ ദൃഷ്ടികൾ ആ കുട്ടികളുടെ മുഖത്തേക്ക് ഇങ്ങനെ പതിയുകയാണ്. വേദനയോടെ ഖൽബ് വേദനിച്ച ഇമാമുൻ നവവി തങ്ങൾ ആ കുട്ടികളുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്.
മഹാനവറുകളുടെ ദൃഷ്ടി പതിഞ്ഞ ഭാഗത്ത് നിന്ന് ആ കുട്ടികളുടെ മാംസം ഉരുകി ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. അവരുടെ മുഖത്ത് നിന്ന് മാംസം ഉരുകി താഴേക്ക് വീഴുകയാണ്. അവരുടെ ദൃഷ്ടി പതിഞ്ഞ ഭാഗത്ത് ഹോളുകൾ രൂപാന്തരപ്പെടുകയാണ്. അത്രമേൽ വലിയ വിലായത്തിന്റെ മർത്തബയിലുള്ള മഹാനാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. ആ നവവി ഇമാമിനെ ഒരാൾ സമകാലീനനായ ഒരു പണ്ഡിതൻ തെറി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മസ്അലാപരമായ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരൽപ്പം കയറിയങ്ങ് പറഞ്ഞുപോയി. ഈ പണ്ഡിതനങ്ങ് മരിച്ചു കിടന്നപ്പോൾ, നവവി ഇമാമിനെ കുറ്റം പറഞ്ഞ പണ്ഡിതൻ മരിച്ചു കിടന്നപ്പോൾ എവിടെ നിന്നോ സുബ്ഹാനല്ലാഹ് ജനാസയ്ക്ക് ചുറ്റും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ജനാസയ്ക്ക് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയാണ്. ആ ജനാസയ്ക്ക് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു വന്യജീവി പ്രത്യക്ഷപ്പെടുകയാണ്. ആ പ്രത്യക്ഷപ്പെട്ട ജീവി ഈ മനുഷ്യന്റെ, ഈ ആലിമിനെ, സുബ്ഹാനല്ലാഹ് നവവി ഇമാമിനെ കുറ്റം പറഞ്ഞ പണ്ഡിതന്റെ വായിൽ നിന്നും നാവ് കടിച്ചെടുത്തിട്ട് ഒരൊറ്റ അപ്രത്യക്ഷമാകലാണ്. അല്ലാഹു ഒരുപക്ഷേ അതൊരു ശിക്ഷയായി ഭൂമിയിൽ കൊടുത്ത് അദ്ദേഹത്തെ ഖബറിലും ആഖിറത്തിലും രക്ഷപ്പെടുത്താൻ ചെയ്തതായിരിക്കാം. നമുക്കറിയില്ല അതിന്റെ സിറുകൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം അത് സൂക്ഷിക്കേണ്ടതാണ്. ഒരുപാട് തെറ്റു ചെയ്താൽ അല്ലാഹു പൊറുത്തം തരും. അല്ലാഹു പൊരുത്തം തരും. അല്ലാഹു പൊറുത്തു തരുന്നവനാണ്. നിങ്ങൾ സമുദ്ര സമാനമായ തെറ്റ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകാമെന്ന് പടച്ചവൻ പറഞ്ഞു. ഈ വഴുത് കേട്ടിട്ട് ചില ചെറുപ്പക്കാര് വിചാരിക്കും എത്ര തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അല്ലാഹയോട് പൊറുക്കലിനെ ചോദിച്ചാൽ പടച്ചവൻ പുറത്തു തരുമെന്ന്. ഓ ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പായ മണ്ടനാക്കാം, നിങ്ങളുടെ ഉമ്മായ മണ്ടനാക്കാം, നിങ്ങളുടെ ഉസ്താദിനെ മണ്ടനാക്കാം, അല്ലാഹുവിനെ മണ്ടനാക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതം അല്ലാഹുവിനെ പേടിച്ചുള്ള നല്ല ജീവിതമാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റന്റെ അടുത്തേക്ക് വരുമോ? അളീമായ റബ്ബ് നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല സുഹൃതമായി സ്വീകരിക്കുമാറാകട്ടെ. അകലെ നിൽക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളെല്ലാവരും ഒന്ന് അടുത്തേക്ക് വാ. അല്ലാഹുവിന്റെ ദീനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ ദീന് പറഞ്ഞ മജ്ലിസിൽ നമുക്ക് ഹബീബിന്റെ പേരിൽ ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആരെന്ന് പിരിയാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവന്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ലൊരു മജ്ലിസായി സാധുക്കളായ മോശക്കാരായ നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാനും നിങ്ങളും എന്തു വേണം? അല്ലാഹ് എന്ന വിചാരത്തോടെ ഞാനും നിങ്ങളും ജീവിക്കണം. ഒരിക്കലും അല്ലാഹുവിനെതിരായി ഒരു വർത്തമാനമോ ഒരു ചിന്തയോ എന്റെയോ നിങ്ങളുടെയോ കൽബിൽ വരാൻ പാടില്ല. ആ സംഘാടകരിൽപ്പെട്ട ആളുകൾ, ചെറുപ്പക്കാർ, അവിടെ കുറച്ച് കസേര ഫ്രണ്ടിൽ കിടക്കുന്നത് അടുക്കിയാൽ ആളുകൾക്ക് നിൽക്കാൻ സൗകര്യം ഉണ്ടാവും. എല്ലാവരും സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ആ കസേര ഒന്ന് അടുക്കിയാൽ നിൽക്കാൻ സൗകര്യം ഉണ്ടാവും. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് അടുത്തു വരും. നമ്മൾ അല്ലാഹുവിന്റെ ദീനിലേക്കാണ്, ദീനിന്റെ മജ്ലിസിലേക്കാണ്. ഞാൻ നിങ്ങളോട് സിനിമാ കോമഡി പറഞ്ഞില്ല, ആൽബം പാട്ട് പാടിയില്ല. അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ആ ദീന് പറഞ്ഞ മജ്ലിസിന് അതിൻ്റെതായ ഒരു പ്രത്യേക ബഹുമാനം ഉണ്ടാവും. ഇമാമിങ്ങളെ പറ്റി പറഞ്ഞ മജ്ലിസിൽ അതിൻ്റെതായ ഒരു പ്രത്യേകമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് അടുത്തുവാ. അകലെ നിൽക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ എല്ലാവരും അടുത്തുവാ. അല്ലാഹുവിന്റെ ദീനിന്റെ മജ്ലിസ് അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ ആ 2 വയറുവീർത്ത സ്ത്രീകൾ അവരുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ നാട്ടുവർത്തമാനം പറയുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു.
അപ്പൊ നാട്ടുവർത്തമാനം പറഞ്ഞ പരിപാടി 2 പാത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആ പാത്രത്തിലേക്ക് ഛർദിക്കാൻ പറഞ്ഞു. ഛർദിച്ചപ്പോൾ പച്ച മാംസമാണ് ഛർദിച്ചത്. നിങ്ങൾ എന്ത് വിചാരിച്ചു? എന്റെ പെങ്ങന്മാര് കേൾക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ ഈ നാട്ടുവർത്തമാനം പറയുന്നത് അന്യന്റെ പച്ച മാംസം തിന്നുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങളത് പറയണ്ട. നടന്നതായാലും പറയണ്ട, നടക്കാത്തതായാലും പറയണ്ട, ഒന്നും പറയണ്ട. ഒരു സഹോദരനും ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മൾ പറയരുത്. അല്ലാഹു ആ നിലയിൽ നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനിയും സുദീർഘമായി ഒന്നും പറയുന്നില്ല. നാളെയും വയലുണ്ട്, മറ്റന്നാളും വയലുണ്ട്. അൽഹംദുലില്ലാഹ് ഇവിടെ നല്ലൊരു ദർസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സഖാഫി ഉസ്താദ് പലപ്പോഴും പറയാറുള്ളത് പോലെ നല്ല കമ്മിറ്റിക്കാര്, നല്ല പാവങ്ങളാണെങ്കിലും നല്ല നാട്ടുകാര്, അവരുടെയൊക്കെ നല്ല ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് വളരെ മഹത്തായ നല്ലൊരു ദർസ് ഈ നാട്ടിൽ നടക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. നിങ്ങളൊക്കെ ഇതിന് കാരണക്കാരായി. നിങ്ങൾ മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരിക്കും. മരിച്ചാലും ഇവിടെ ദർസ് നിലനിൽക്കും ഖിയാമത്ത് നാൾ വരെ. ഈ ഇന്ത്യനൂർ സഖാഫി ഉസ്താദും മരിക്കും. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നമ്മുടെ നാടിന് അഭിമാനമായി ഇൽമ വിതരണം ചെയ്യുന്ന ഒരു വലിയ കേന്ദ്രമായി ഈ മുത്തഅല്ലിമീങ്ങളെയുമായി ഉസ്താദ് നിങ്ങളുടെ നാട്ടിലുള്ളത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു പക്ഷേ മരിക്കാൻ പറ്റും. സഹോദരങ്ങളെ, എത്രയോ നാടുകളിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ജനാസയുടെ അടുത്തിരുന്ന് നല്ലപോലെ ആത്മാർത്ഥമായി ദുആരക്കാൻ മുത്തഅല്ലിമീങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്തെ അവസ്ഥയൊന്നും അല്ല, ഇന്നതൊക്കെ മാറിപ്പോയി. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ മരണപ്പെട്ടു പോയാലും ഇവിടെ ഈ മുത്തഅല്ലിമീങ്ങളെ ഇൽമ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഖബറുകളിലേക്ക് അതിന്റെ പ്രകാശവും അതിന്റെ വെളിച്ചവും അതിന്റെ സുഗന്ധവും വരും. അത് ഉറപ്പാണ്. അത് നമ്മുടെ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. അതിന് കാരണക്കാരായാൽ, നമ്മൾ അതിന് കാരണക്കാരായാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രത്യേകമായ കൂലി നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ടൈൽസ് വേണം, 2 ലക്ഷം രൂപയുടെ ടൈൽസ്. എംസാൻഡ് വേണം, 50,000 രൂപയ്ക്ക് എംസാൻഡ് വേണം. 50 ചാക്ക് സിമന്റ് വേണം. ഇതെന്താ ഉസ്താദേ? കട്ട് പീസോ? കുരുടീസ്, കട്ട, ഗ്രില്ല് 1 ലക്ഷം രൂപ. കിച്ചൺ 225,000. വാതിൽ 15,000. കക്കൂസ് 50,000. അപ്പൊ ഏതായാലും വലിയൊരു എസ്റ്റിമേറ്റ്. ഇതെല്ലാം കൂടെ ഏകദേശം എത്ര രൂപ? 5 ലക്ഷം രൂപ. ചെറിയ പൈസയാണ് സഹോദരങ്ങളെ, ചെറിയ പൈസയാണ്. ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം 5 ലക്ഷം രൂപ കൊണ്ട് ഒരു നാട്ടുകാർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതെല്ലാം കൂടെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഏകദേശം 2,500 സ്ക്വയർ ഫീറ്റ്. ഒരു സ്ക്വയർ ഫീറ്റ് എത്ര രൂപയാണ് വില? 1000 രൂപ അല്ലേ? അല്ലല്ല, 2,000 രൂപ. എന്നാലല്ലേ? അല്ലല്ല, അതെ. അപ്പോ ഒരു സ്ക്വയർ ഫീറ്റിന് 2,000 രൂപയല്ലേ വരുന്നത് അല്ലേ? കണക്ക് പ്രകാരം 2,500 സ്ക്വയർ ഫീറ്റ് 5 ലക്ഷം രൂപയാകണമെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് എത്ര രൂപ വരും? 2,000 രൂപ വരും. അല്ലാഹു അലൈഹി, എനിക്കും അറിയില്ല കണക്ക്. സ്കൂളിൽ പോയാൽ ആരും ഇല്ലേ? മക്കളെ പറ, കാൽക്കുലേറ്റർ എടുക്കുക. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. അതായത് 2,500 സ്ക്വയർ ഫീറ്റ് ആണ് അല്ലേ? 2,500 ഇൻറ്റു 2,000 ഈക്വൽ ടു 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 50 ലക്ഷം വന്നത് അല്ലേ? അതെന്തായാലും വരില്ല. അപ്പൊ 2,000 അല്ല, 2,500 സ്ക്വയർ ഫീറ്റിന് ഒരു സ്ക്വയർ ഫീറ്റ് എത്ര വില വരുന്നത്? അറിയാവുന്ന ആൾക്കാരൊന്ന് പറയാന്ന്. സുബ്ഹാനല്ലാഹ്. അതെ. അല്ല, പണിക്കൂലി അടക്കമാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രകാരം ഇങ്ങനെ വരും. ഇത്രേ വരുള്ളൂ. 5 ലക്ഷം രൂപയല്ലേ വരുള്ളൂ? അതെ. ഇപ്പൊ ഇതോ? അതെ.
അപ്പോൾ ഏതായാലും നമുക്ക് ടൈൽസ് വേണം. 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ടൈൽസിൻ്റെ പണിക്കൂലി അടക്കാണ് അല്ലേ? ആരാ കൊടുക്കുക? ഒരു 50,000 രൂപ കൊടുക്കുക. ആരാ? ബിസ്മില്ല, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് കൈവക്കുക. ഇത് 5 ലക്ഷം രൂപയെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, രക്ഷപ്പെട്ടു. ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. അപ്പോഴേ രക്ഷപ്പെട്ടു, ജയിച്ചു. സ്വർഗം പണിയുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ സ്വർഗം പണിയുന്ന ആൾക്കാരുണ്ട്. ദുനിയാവി വെച്ചിട്ട് സ്വർഗം പണിയും അല്ലേ? ഇനി ആരാ കൊടുക്കുക? ഇൻഷാ അല്ലാഹ് ഒരു 50,000 റുപ്യ ഞാൻ കൊടുത്തേക്കാന്ന് പറയാൻ കഴിയുന്ന ഒരു ആരെങ്കിലും ഉണ്ടോ? ഘട്ടം ഘട്ടമായിട്ട് കൊടുത്താൽ മതി. പതുക്കെ മെല്ലെ സാവധാനം കൊടുത്താൽ മതി. ഒരു 50,000 റുപ്യ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടോ? നിങ്ങളാരും വലിയ പാവണ്ടൂരുകാർ ഉസ്താദ് പറഞ്ഞു, പാവണ്ടൂർ എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ നാട് എന്നാണെന്ന്. ഇന്ത്യൻ സക്കാഫ് പറഞ്ഞ പാവങ്ങളാണ് ജനങ്ങൾ. നിങ്ങൾ അങ്ങനെയൊന്നും ചോദിച്ചാൽ തരൂലെന്നാണ് പറഞ്ഞത്. എന്നാലും എനിക്കൊരു ചെറിയൊരു ഇത്, 50,000 രൂപ തരാൻ പറ്റിയ ഒരാളെങ്കിലും സദസ്സിൽ ഉണ്ടാവാതിരിക്കില്ലല്ലോ ചിലപ്പോൾ. ആരാ ഉണ്ടാവുക? ബിസ്മിയും ചൊല്ലി ഒരാളൊന്ന് കൈവക്കാവോ? ഒറ്റയടിക്ക് കൊടുക്കണ്ട. ആരാ? പേരെന്താ? പേര് പറയും. കൈവക്കിയോ? അത് തലയറിയാൻ വേണ്ടി കൈവക്കിയതായിരിക്കും. ആണോ? അല്ല. ആരാണ് പേര്? KP മുഹമ്മദ് ഹാജി ഈ സ്ഥലത്തിന്റെ ഉടമയാണ്. ഖൂലൂ തക്ബീർ. ഇങ്ങനെയൊന്നും തക്ബീർ ചൊല്ലിയാ പോരാ. ഖൂലൂ തക്ബീർ. നമ്മളെല്ലാവരും ഒരു സ്വലാത്തിന് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അസ്സലാത്തു അലൻ നബി. മുത്തലിമികളൊക്കെ നല്ല ചെല്ല്. റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അല്ലാഹുവേ KP മുഹമ്മദ് ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. KP മുഹമ്മദ് ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ തമ്പുരാനെ. മുഹമ്മദ് ഹാജിക്ക് ആഫിയത്ത് നൽക റബ്ബേ. മുഹമ്മദ് ഹാജിക്ക് ദീർഘായുസ് നൽക റബ്ബേ. മുഹമ്മദ് ഹാജിയുടെ ഭാര്യയിൽ ബറക്കത്ത് നൽകണം റബ്ബേ. മുഹമ്മദ് ഹാജിയുടെ മക്കളിൽ ബറക്കത്ത് നൽകണം റബ്ബേ. മുഹമ്മദ് ഹാജിയുടെ വീട്ടിൽ ബറക്കത്ത് നൽകണം റബ്ബേ. മുഹമ്മദ് ഹാജി ഇറങ്ങി പുറപ്പെടുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണം റബ്ബേ. മുഹമ്മദ് ഹാജിയുടെ ഖൽബിലുള്ള മുറാദുകൾ ഹാസിലാക്കണം റബ്ബേ. മുഹമ്മദ് ഹാജിയെ ഒരിടത്ത് വെച്ചും പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. മുഹമ്മദ് ഹാജിയുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. മുഹമ്മദ് ഹാജിയെ നീ ഉയർത്തണേ അല്ലാഹ്. നിന്റെ ഹബീബ് തുടങ്ങി വെച്ച ദീനിന്റെ ഇൽമിന്റെ സംരംഭത്തിന് ആരാണ് ഒരു 50,000 രൂപ തരിക എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായി ഉയർന്ന കരങ്ങൾ KP മുഹമ്മദ് ഹാജിയുടെ കരങ്ങളാണ്. ആ കരങ്ങൾക്ക് നീ ശക്തി പകരണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ? ഒരു 50,000 രൂപ തരുന്ന? ഇനിയും വേണം 4 ലക്ഷം രൂപ. ആരാ തരിക? ഒരു 50,000 റുപ്യ KP മുഹമ്മദ് ഹാജിയെ പോലെ ഞാൻ തരാന്ന് പറയാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? സഹോദരങ്ങളെ, ആരാ ഉള്ളത്? ബിസ്മില്ലാ. ആരാ തരിക? 50,000 റുപ്യ ഒന്നും വലിയ പൈസ. നമ്മുടെ ചെറുപ്പക്കാരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ മേടിക്കുന്നത് 50,000. ബൈക്കൊക്കെ ഓരോ ബൈക്ക് 50,000 രൂപയുടെ ബൈക്ക് എന്ന് പറഞ്ഞാൽ ലോക്കൽ ബൈക്കാ. 1 ലക്ഷത്തിന് മേലെയുള്ള ബൈക്കിനാണ് പൈസ കൂടുതൽ. അതാ ക്രെഡിറ്റും സ്റ്റാറ്റസും ഒക്കെ അതാ. അപ്പൊ ഒരു ബൈക്കിന്റെ പരിഗണനയെങ്കിലും നമ്മൾ കൊടുക്കണം. ആരാ? ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി. യാ റബ്ബി സല്ലി. എല്ലാരും ചൊല്ല്. ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് നിനക്കറിയാം തമ്പുരാനെ. ആ ചെറുപ്പക്കാരനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പേര് പറയണ്ട എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ പേര് നിനക്കറിയാം റബ്ബേ. ഞങ്ങൾ ദീനിന്റെ സംരംഭത്തിന് വേണ്ടി ചോദിച്ചപ്പോ 50,000 റുപ്യ തരാമെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. സിഹത്ത് കൊടുക്കണേ അല്ലാഹ്.
ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ ആ ചെറുപ്പക്കാരന്റെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിന് ഇറങ്ങി പുറപ്പെടലിൽ, കൈവെക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ആ ചെറുപ്പക്കാരന് ആഖിബത്ത് നന്നാകണമെന്നാണ് ഉദ്ദേശം പറഞ്ഞത്. നീ റസൂലുള്ളാഹിന്റെ ഫള് കൊണ്ട്, അവിടുത്തെ ഇൽമിന് ഖിദ്മത്ത് എടുത്ത ബറക്കത്ത് കൊണ്ട് ആഖിബത്ത് നന്നാക്കിയിട്ടല്ലാതെ ആ ചെറുപ്പക്കാരനെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അവന്റെ വീടിന്റെ പണി നടക്കാൻ പോകുന്നു, എത്രയും വേഗം നീ അത് പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. കടമാക്കല്ലേ അല്ലാ. അവന്റെ മാതാപിതാക്കളിൽ അവന് കുടുംബ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അവന്റെ ഭാര്യ മക്കളിൽ നീ കുടുംബ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അവനെ നീ ഒരിടത്തും പരാജയപ്പെടുത്തല്ലേ അല്ലാ. ബിഹഖിൻ നബി മുഹമ്മദിൻ. ഇനിയുമാണ് 4 ലക്ഷം റുപ്യ. ആരാ തരിക? ഒരു 50,000 തന്നാൽ ആരാ തരിക? ബിസ്മില്ലാ. ഒരു 8 ആൾ 50,000 രൂപ തന്നാ ഇപ്പൊ കഴിഞ്ഞു. നമുക്ക് നല്ല എന്തുണോ ചെയ്യാം. തരുന്ന ആരാ? ബിസ്മില്ലാ. ആരും തരണില്ല. പോട്ടെ, ഒരു 25,000 റുപ്യ തരാൻ പറ്റൂല ഒരാൾക്ക്. ബിസ്മില്ലാ. 2 പേര് 50,000 രൂപ തന്നില്ല. ആരാ 25,000 റുപ്യ തരാ? ബിസ്മില്ലാ. ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്യും. നല്ല റാഹത്തായിട്ട് ഒരു ചെറുപ്പക്കാരെങ്കിലും ഞാൻ കൊടുത്തേക്കാം. 5 വട്ടം കൊടുത്താൽ മതി. 5 5 25. 5 × 5 × 5 = 25. ആരാ കൊടുക്കുക? ബിസ്മില്ലാ. ഒരാളൊന്ന് കൈവക്കാൻ ആരുമില്ല. ഉസ്താദ് പറഞ്ഞു പാവണ്ടൂരുകാർ വളരെ പാവങ്ങളാണെന്നുണ്ട്. ഇപ്പൊ 50,000 രൂപ വെച്ചപ്പോ തരാൻ ആളുണ്ടല്ലോ ഉസ്താദ്. 2 പേരില്ലേ? അല്ലാഹു അവർക്ക്. ചിലപ്പോൾ അവരും പാവങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ ആളുകൾ. ഇപ്പൊ KP മുഹമ്മദ് ഹാജിയുടെ ആ സഹോദരന്റെ കൽബിലൊക്കെ ധാരാളം നല്ല നല്ല ഉദ്ദേശങ്ങൾ കാണും. നിങ്ങൾ ഇഖ്ലാസോടെ ആമീൻ പറയണം. പൈസ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഇവിടെ ഞാൻ സ്വീകരിച്ചാൽ വേണ്ട ആമീൻ ആമീൻ. ആ ആമീൻ ഒന്നും വേണ്ട, ഇഖ്ലാസോടെ. കാരണം സഹോദരങ്ങളെ, ഓരോരുത്തരും പറഞ്ഞ വിഷമങ്ങൾ പലതാണ്. ഒരു ഉസ്താദ് വന്ന് 15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, പെൺകുട്ടിയാണ്. അവരുടെ കണ്ണ് തൈറോയിഡ് ബാധിച്ചിട്ട് ഇങ്ങനെ തള്ളി പുറത്തേക്ക് വരുന്നു. നിങ്ങളുടെ മകൾക്ക് അങ്ങനെ അസുഖം വന്നാൽ നിങ്ങൾ സഹിക്കുമോ? 15, ഒരു ആൺകുട്ടിയാണെങ്കിൽ പിന്നെ സഹിക്കാം. 15 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിലോ നിങ്ങൾ സഹിക്കും? നിങ്ങളുടെ വീട്ടിൽ ഇപ്പം മക്കളില്ലേ? നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു അസുഖം വന്നാൽ നിങ്ങൾ ആരാ സഹിക്കുക? അപ്പോ അങ്ങനത്തെ കുറെ വിഷമങ്ങൾ ഒരുപക്ഷെ മുഅ്മിനീങ്ങളുടെ കൽബുകളിൽ ഉണ്ടാകും. അപ്പോൾ അവര് ആ വിഷമങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ദ്വാരക്കാൻ വേണ്ടി ഓരോന്ന് പറയാ തരാ. അപ്പൊ നമ്മളതൊന്ന് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കരുത്. നിങ്ങൾ ആരും പിരിഞ്ഞു പോകരുത്. നിങ്ങളൊരു 10 മിനിറ്റ് കൂടെ നിന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ലാഭമേ ഉണ്ടാവൂ സഹോദരങ്ങളെ. ആഖിറത്തിൽ ലാഭം ഉണ്ടാവും. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്ന 50,000 25,000 തരാൻ കഴിവില്ലാത്തവരുണ്ടാവും. പക്ഷെ ഈ മജ്‌ലിസിൽ നിന്നിട്ട് ഒരു പാവപ്പെട്ടവൻ മനസ്സുകൊണ്ട് കരുതി, റബ്ബേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ അല്ലാ എന്ന് മനസ്സിൽ കരുതിയാൽ അയാൾ കൊടുത്തിട്ടില്ല. പക്ഷെ അയാളുടെ ആ നല്ല മനസ്സിന്റെ നീയത്ത് കൊണ്ട് നാളെ പരലോകത്ത് അയാൾ എത്തിപ്പെടുമ്പോൾ അയാൾ കൊടുത്തതായി രേഖപ്പെടുത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരുടെ ഭാഗത്തേക്ക് മോന്റെ പേരെന്താ? ഫാസിൽ. മോന്റെ പേരെന്താ? ഡാനിഷ്. ഡാനിഷും ഫാസിലും കൂടെ ഉമ്മമാരുടെ ഭാഗത്തേക്ക് പോയിട്ട് ചോദിക്കും, ഉമ്മ നമ്മളെ ഇവിടെ മുത്തല്ലിമീങ്ങൾക്ക് കൂടെ സംരംഭം തുടങ്ങാനും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി സ്വർണം വേണമെന്ന് പറഞ്ഞു. കൈ കിടക്കുന്ന മോതിരമൊക്കെ ഉമ്മമാർ ചിലപ്പോൾ ഊരി തരും. നിങ്ങളെ കണ്ടുകൊണ്ട് ചില ഉമ്മമാർ തിരിഞ്ഞിരിക്കും. നിങ്ങളിങ്ങനെ വിളിക്കുക, ഉമ്മ ഇങ്ങോട്ട് നോക്കി, ആ സ്വർണ്ണ മോതിരം ഇങ്ങ് തന്നെ, ആ സ്വർണ്ണ മോതിരം ഇങ്ങ് തന്നെ ധൈര്യമായിട്ട് ചോദിച്ചു മേടിക്കല്ലേ. ആരൊക്കെ പോവാ? 2 പോട്ടെ. ഖൂലൂ തക്ബീർ. അൻഷിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 25,000 രൂപ. ഖൂലൂ തക്ബീർ. മക്കളെ പോടാ, ഉമ്മമാരെടുത്ത് പോ. വേറൊരാളോട് വിളിച്ചോ, ഡാൻസിനെ വിളിച്ചോ. ഒന്ന് പോടാ, സഡൻലി കുക്കിലി ഇമ്മീഡിയറ്റ്ലി ജൽദി സീക്രട്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ ആക്റ്റീവ് അല്ലാതിരുന്നു. അള്ളാഹു ആ മക്കളെ നല്ല മക്കളാക്കട്ടെ. പെട്ടെന്ന് പോയിട്ട് എടാ ഉമ്മമാരുടെ അടുത്ത് എല്ലാവരുടെ കൈ നീട്ട്, എല്ലാവരുടെ ചോദിക്കും. ചില ഉമ്മമാര് തരൂല. നിങ്ങൾ വലിച്ചു പൊട്ടിച്ചുണ്ട്, ഏതാവരത്തെ വലിച്ചു പൊട്ടിക്കാൻ പോയി.
ചോദിട്ട് ഉസ്താദ് മാല പഠിക്കാനും വള പഠിക്കാനൊക്കെ പറഞ്ഞു വിടല്ലേ, ചെന്ന് ചോദിക്കുമ്പോ തരണില്ല. അപ്പൊ ഉസ്താദിന്റെ അടുത്ത് തിരിച്ച് ചെല്ലണ്ടേ എന്തെങ്കിലും ആയിട്ട്. അപ്പൊ കഴുത്തി കയറി പിടിച്ചെന്ന് തോന്നുന്നു പൊട്ടിക്കാൻ വേണ്ടി മാല. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. തരുന്നെങ്കിൽ മേടിച്ചാൽ മതി. ഉമ്മമാരിങ്ങനെ കയ്യിൽ സ്വർണവും വളയും മാലയൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കട്ടെ. മരിക്കുമ്പോൾ പിള്ളേർ അതെല്ലാം അഴിച്ചെടുത്ത് കൊണ്ടുപോയി വിറ്റ് പുട്ടടിക്കുമ്പോൾ അത് പഠിക്കും കേട്ടോ. പള്ളിക്ക് കൊടുത്താൽ കബറിൽ പോകുമ്പോൾ അതെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ മാലയും വളയൊക്കെ ഭയങ്കര സ്നേഹിച്ച് കഴുത്തേരും കാലയിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് മരിക്കുമ്പോൾ പിള്ളേർ അഴിച്ചെടുത്ത് ബൈക്ക് മേടിക്കും, എണ്ണ അടിക്കും, ബൈക്കില് പുട്ടടിക്കും, പൊറോട്ട കഴിക്കും, ഷവർമയും ഷവായിയൊക്കെ തിന്ന് തീർക്കും. അല്ലാതെ പിന്നെ എന്തിനാ പിന്നെ പറ്റുക? പഴയ സ്വർണം കൂടെ ആയിരിക്കും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ന്യൂ മോഡൽ ഫാഷനുള്ള ഡിസൈനുള്ള സ്വർണം മതി. പിന്നെ ഇത് വിൽക്കാനല്ലേ വെക്കുള്ളൂ. അവർ വിറ്റ് പുട്ടടിക്കും. അൻഷിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ അൻഷിദിന് പുറത്തു കൊടുക്കണം റഹ്മാനെ. നിങ്ങൾ എല്ലാവരും ആമീൻ പറയണം. വേണമെങ്കിൽ സ്വീകരിച്ചാൽ വിളിച്ചാൽ വേണ്ടെങ്കിൽ സ്വീകരിക്കുന്ന രീതി നിർത്തണം. കാരണം അൻഷിദിന്റെ കൽബിലുള്ള മുറാദുകൾ എന്താണെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്നത് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാനാണെങ്കിൽ അത് ചെയ്യണം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വേദന നമ്മുടെ വേദനയാകണം. അയാൾക്ക് എന്തൊക്കെ വേദന വന്നാൽ എനിക്കെന്താ, ഞാൻ നല്ല സുഖത്തിലല്ലേ എന്ന് വിചാരിക്കരുത്. ഞാൻ മെനങ്ങാന്നൊരു സ്ഥലത്ത് പോയി ഒരു സഹോദരന്റെ കുട്ടികളെ കണ്ടു. നല്ല സമ്പത്തുള്ളൊരു സഹോദരനാണ്. ഒരു ഇളയ കുട്ടിക്ക് 3 വയസ്സ് പ്രായം, മൂത്ത കുട്ടിക്ക് 8 വയസ്സ് പ്രായം. ആ 2 കുട്ടികളും ആൺകുട്ടികളാണ്. പക്ഷേ ഓട്ടിസം എന്ന് പറയുന്ന രോഗമാണ് 2 കുട്ടികൾക്ക്. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? കാരണം ഉമ്മാടെ മുഖത്ത് നോക്കില്ല, ഉമ്മാന്ന് വിളിക്കില്ല, എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നടക്കാൻ അറിയില്ല, സ്വന്തമായി മലമൂത്ര വിസർജനത്തിന് പോകാൻ അറിയില്ല. അങ്ങനെ ഒരു മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പണക്കാരനായാലും നിങ്ങൾക്ക് വല്ല സമാധാനം ഉണ്ടാവോ വാപ്പാ? ഇല്ല. അപ്പം ഓരോ മോമിനിങ്ങളും ഇപ്പൊ 25,000 തരുന്നവരും 50,000 തരുന്നവരും അവരുടെ കൽബുകളിൽ കുറെ നീറുന്ന വിഷമങ്ങളുണ്ടാവും. അത് നമുക്കറിയില്ല. നമുക്ക് ഈ സദസ്സിൽ നിന്നിട്ട് ഇഖ്ലാസോടെ ആമീൻ എന്ന് പറയാൻ പറ്റും. അത് പറ്റാത്തവരാരുമില്ല. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിൽക്കുന്നതിന് കൂലി കിട്ടും. 25,000 രൂപ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് കിട്ടിയതാണ് അൻഷിദ്. നിങ്ങളൊക്കെ ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഫോൺ വിളിച്ച് അങ്ങ് പോയിരുന്നെങ്കിൽ, ഫോൺ വന്നാണ് അങ്ങനെ ആക്കിയിട്ട് അങ്ങ് പോയാ പിന്നെ വരണ്ടല്ലോ. പോയിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ കുറെ കണ്ടതാ എൻ്റെ അടുത്ത്. അപ്പോ അങ്ങനെ പോയാൽ പിന്നെ 25,000 അൻഷിദ് തരുമോ? ഇല്ല തരും. അപ്പൊ നിങ്ങൾ നിൽക്കുക, ഒരു അരമണിക്കൂർ നിൽക്കുക. അതുകൊണ്ട് നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന കൊടുക്കാനില്ല. പടച്ചോനെ നിന്നിട്ട് സഹകരിച്ച് ആമീൻ പറഞ്ഞ് സഹകരിച്ച് അല്ലാഹുവേ അൻഷിദിന് പൊറുക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ദീർഘായുസ് നൽകണം റഹ്മാനെ. അൻഷിദിന്റെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടലിൽ കൈവെക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. അൻഷിദിനെ നിരാശപ്പെടുത്തല്ലേ അല്ലാ, അൻഷിദിനെ കൈവടിയല്ലേ അല്ലാ. അൻഷിദിന്റെ എന്ത് സൽമുറാദാണ് ഹാസിലാക്കണം റഹ്മാനെ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണം റഹ്മാനെ. പ്രവാസിയാണ് അൻഷിദ്, അൻഷിദിന് നീ എല്ലാ ഉയർച്ചയും നൽകണം റഹ്മാനെ. തിരികെ വന്ന് ഭാര്യ മക്കളെ കുടുംബങ്ങളെ കണ്ട് സന്തോഷിക്കാൻ അവസരം നൽകണം റഹ്മാനെ. പ്രവാസ ലോകം വളരെ വിഷമത്തിലാണ്. നീ അൻഷിദിനെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നീ സമ്പത്ത് കൊടുക്കണം റഹ്മാനെ. ഖൈറായ വീട്, ഖൈറായ ഭാര്യ, ഖൈറായ മക്കൾ, ഖൈറായ ജോലി, ഖൈറായ സമ്പത്ത്, ഖൈറായ വാഹനം, ഖൈറായതെല്ലാം അൻഷിദിന് കൊടുക്ക റബ്ബേ. ബിഹഖി നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. كم أبرأت واسبا باللمس راحته وأطلقت آربا من ربقة اللمم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم. റബ്ബേ, ആ ചെറുപ്പക്കാരൻ ആരാണ്? ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ ചെറുപ്പക്കാരൻ, 25,000 രൂപ. ആ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവന്റെ കൽബിലുള്ള വിഷമങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. റസൂലുള്ളാഹിനെ കൊണ്ട് അവന്റെ കൽബിലുള്ള വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. പുന്നാര നബിതങ്ങളെ കൊണ്ട് അവന്റെ എല്ലാ വിഷമങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കൊണ്ടവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടലിൽ, വീട്ടിൽ ഇറങ്ങുന്ന ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ മുഴുവനും നീ ബറക്കത്താക്കണം റഹ്മാനെ. ബിഹഖിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ സ്വർണം തന്നിട്ട് കൂലു തക്ബീർ.
ഒരു പവൻ സ്വർണ്ണമുണ്ട്. ഏതോ ഒരു ഉമ്മ തന്നു വിട്ടതാണ്. നിങ്ങൾ എല്ലാവരും സ്വലാത്തിൽ ആഖിബത്ത് നന്നായി മരിക്കാനാണ്. ആ ഉമ്മ കുടുംബത്തിന് റാഹത്ത് കിട്ടാനാണ്. അല്ലാഹുവേ, നിന്റെ ഇൽമിന്റെ പേര് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചപ്പോ ഒരു പവന്റെ സ്വർണം ഈ മജ്ലിസിലേക്ക് സംഭാവന ചെയ്ത ഉമ്മ, ആ ഉമ്മ ആരാണെന്ന് എനിക്കറിയില്ല. റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഉമ്മയുടെ സദുദ്ദേശങ്ങൾ വീട്ടിൽ കൊടുക്കണം റഹ്മാനേ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറമി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറമി. ആ ഉമ്മാക്ക് നീ ആഖിബത്ത് നന്നാക്കി മരണം കൊടുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിനെ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹജ്ജിനും ഉംറയ്ക്കും ഭാഗ്യം നൽകണം അല്ലാഹ്. റബ്ബേ, ആ ഉമ്മാന്റെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. മക്കൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഭർത്താവിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇൽമിന് ഖിദ്മത്തെടുത്ത കാരണം കൊണ്ട് സ്വർഗത്തിൽ ആ ഉമ്മാക്ക് ഉന്നത പദവി നൽകണേ അല്ലാഹ്. നീ ആ ഉമ്മാനെ നീ ഏറ്റെടുക്കണം റഹ്മാനേ. ഈ മനോഹരമായ സ്വർണമാല ഉമ്മാക്ക് ധരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല റബ്ബേ, ഈ മനോഹരമായ സ്വർണമാല ഉമ്മാക്ക് ധരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിന്റെ ദീനിന് വേണ്ടി ചോദിച്ചപ്പോൾ ഊരിക്കൊടുത്തു വിട്ടതാണ്. ആ ഉമ്മാക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും ധാരാളം സ്വർണം കൊടുക്കണേ അല്ലാഹ്. ബിഹഖിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ സഹോദരങ്ങളെ ഒരു 25,000 രൂപ തരുന്നാരാ ഈ സദസ്സിൽ നിന്ന്? ഇപ്പൊ എത്ര രൂപ ഉസ്താദ് നമുക്ക്? പെട്ടെന്നാവട്ടെ സഹോദരങ്ങളെ, സമയം ഇങ്ങനെ പോവാണ്. അല്ലാഹു ആരാ എന്താ 1.5 ആയിട്ടുള്ളൂ. ഇതിപ്പോ ഒരു പവനാകുമ്പോ എത്ര രൂപ ഒരു പവന് വില? ഇപ്പോ 20 കൂട്ടിയാൽ മതി അല്ലേ? ആയിക്കോട്ടെ. അപ്പോഴും 1.70 ആയുള്ളൂ. ഇനിയുണ്ട്. 1.70 പോയാൽ ഇനി എത്ര വേണ്ടേ? കണക്ക് സാറല്ല ഇംഗ്ലീഷ് പഠിപ്പിച്ചെന്ന് തോന്നുന്നു. 3.80 ഒരു 30 തരുന്ന ആരാ? ബിസ്മില്ലാ, ഒരു 25 തരാ. പെട്ടെന്ന് തരാൻ ആൾക്കാർക്ക്. നിങ്ങളൊക്കെ പാവങ്ങളാന്ന് എനിക്കറിയാം. പാവണ്ടൂരുകാർ പാവങ്ങളാണ്. ഇന്ത്യനൂർ സക്കാഫി പറയാ ഒരു പാവങ്ങളാണ്. അതുകൊണ്ട് ഒരു 10,000 രൂപ തരുന്ന. ബിസ്മില്ലാ, തുടങ്ങും ഒരാൾ. ഖുലൂ തക്ബീർ. എന്താണ് പേര്? അദ്ദേഹത്തിന്റെ പേരെന്താ? അബൂബക്കർ ഹാജി അല്ലേ? അല്ലാഹുവേ, ഹാജി ആയിട്ടില്ല, ഹാജി ആകണം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറമി. അല്ലാഹുവേ, അബൂബക്കർ എന്ന സഹോദരന് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനേ. അബൂബക്കർ എന്ന സഹോദരന് നീ സന്തോഷം നൽകണം റഹ്മാനേ. അദ്ദേഹത്തിന് ഹജ്ജിനും ഉംറയ്ക്കും സിയാറത്തിനും ഭാഗ്യം നൽകണം റഹ്മാനേ. അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണം റഹ്മാനേ. അദ്ദേഹത്തിന്റെ വീട്ടിലും ഭാര്യയിലും ബറക്കത്ത് നൽകണം റഹ്മാനേ. അബൂബക്കർ എന്ന സഹോദരന് ഖൽബിലുള്ള നല്ല മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കണം റഹ്മാനേ. നീ അദ്ദേഹത്തെ പരാജയപ്പെടുത്തല്ല റബ്ബേ. ബിഹഖിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ തരിക? ഒരു 10,000 രൂപ. രണ്ടാമതൊരാൾ. ബിസ്മില്ലാ, ആരാണ് തരിക? അബൂബക്കർ എന്ന സഹോദരനെ പോലെ ഞാൻ കൊടുത്തേക്ക ഒരു 10,000 രൂപ എന്ന് പറയാൻ കഴിയുന്നവര്. ടപ്പന കൊടുക്കണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി. പണി തുടങ്ങുമ്പോൾ കൊടുത്താൽ മതി. മെല്ലെ മെല്ലെ കൊടുത്താൽ മതി. 2,000, 3,000, 5,000 അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ 10,000 ആയി. 2,000, 3,000, 5,000, 10,000 ആയി. ആരാ കൊടുക്കുക? ബിസ്മില്ലാ. തീർന്നു. 10ന്റെ കോട്ട അവസാനിച്ചു. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സഹോദരങ്ങളെ, ഈ മുത്തലിമിങ്ങൾ അവിടെ നിന്ന് ഫഅല ഒന്ന് സർഫ് ചെയ്ത മക്കളെ. ഫഅലു ഫഅലത്ത്.
നിങ്ങളപ്പോ ഇവര് പഠിച്ചു വലിയ ആൾക്കാരായി പോകും. ഇനി വേറെ ആൾക്കാർ വരും. ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ സഖാഫി ഉസ്താദ് മരിക്കും, നിങ്ങളെല്ലാം മരിക്കും. ഹാമിദ് യാസീനും മരിക്കും. മരിക്കൂല എന്നുള്ള ആരൊക്കെ ഞാൻ മരിക്കൂല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ കബറി കിടക്കുമ്പോൾ സുഖം വേണമെങ്കിൽ ഇതുപോലെ തലപ്പാക്കിട്ട് കെട്ടിയ മക്കൾ അവിടെ നിന്ന് പഠിക്കും. അപ്പൊ നമ്മുടെ കബറിലേക്ക് പ്രകാശം വരണം, സുഗന്ധം വരണം, വെളിച്ചം വരണം. എവിടുന്നാണ് എന്റെ കബറിലേക്ക് വെളിച്ചം വരുന്നത്? അന്ന് ദറസിലേക്ക് വേണ്ടി ഒരു ഉസ്താദ് വഅദ് പറയാൻ വേണ്ടി വന്ന് ചോദിച്ചപ്പോ ഞാനൊരു 10,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കൊടുത്തതാണ്. അതിന്റെ കൂലി നമുക്ക് കിട്ടും. എന്നിട്ട് ഈ കുട്ടികള് എത്രയോ മദ്രസകളിൽ പഠിപ്പിക്കും, എത്രയോ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിപ്പിക്കും. അപ്പൊ ആ പഠിപ്പിക്കുന്നതിന്റെ കൂലി എത്ര കൂലിയാന്ന് പറയാ? ഇൽമിന് ഖിദ്മത്ത് എടുക്കുന്നതിന് വലിയ കൂലിയാ. പറഞ്ഞറി ഒരു തെമ്മാടിയായ വാപ്പ അങ്ങ് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ മോനെ ഉണ്ടായിരുന്നു. ബന്ധുക്കളോട് പറഞ്ഞു, പിന്നെ എന്റെ കുട്ടിയെ ഇൽമു പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കണം. വാപ്പ തെമ്മാടിയായിരുന്നു. വാപ്പ അങ്ങ് മരിച്ചു. ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടി ഇൽമു പഠിക്കാൻ സമയമായപ്പോ അവന്റെ എളാപ്പ ആ കുട്ടിയെ നാട്ടിലുള്ളൊരു വലിയ ആലിമിന്റെ അടുക്കൽ പഠിക്കാൻ കൊണ്ടാക്കി. അങ്ങനെ ഈ ആലിം ഈ കുട്ടിയെ കണ്ടപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം ആലിമ പിതാവിനെ കാണുകയാണ്. സ്വപ്നത്തിൽ നല്ല സ്വർഗീയമായൊരു കൊട്ടാരത്തിൽ ഒരു സ്വർണ്ണക്കട്ടിലില്ല ചെറിയ കുട്ടിയുടെ വാപ്പ ഇരിക്കുകയാണ്. ഈ ആലിം അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ തെമ്മാടിയായി മരിച്ച മനുഷ്യനാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ പദവി കിട്ടിയത്? എന്റെ ഖബറിൽ അല്ലാഹു നരകമായിരുന്നോ തന്നിരുന്നത്? എന്റെ ഖബറിൽ അല്ലാഹു അദാബായിരുന്നോ തന്നിരുന്നത്? പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോനെ ഇൽമു പഠിപ്പിക്കണമെന്ന് ഞാൻ വസിയത്ത് ചെയ്തിരുന്നു. എന്റെ മകനതാ ഇൽമു പഠിക്കേണ്ട സമയമായപ്പോൾ അവൻ ഒരു ആലിമിന്റെ അടുക്കൽ പോയി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിച്ചതേ ഉള്ളൂ. എന്റെ ഖബറിലെ അദാബിനെ അല്ലാഹു അങ്ങ് ഉയർത്തിയേ. മുഅ്മിനീങ്ങളെ, ഇൽമു വലിയ പോരിശയുള്ളതാണ്, ഇൽമു വലിയ മഹത്വമുള്ളതാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ സുജൂദ് പാടില്ല. എന്നാൽ ആദം നബി അല്ലാഹു ആണോ? ആദം നബി അല്ലാഹു ആണോ? അല്ലാഹു അല്ല, ആദം നബി മനുഷ്യനാണ്. പക്ഷേ അല്ലാഹു കൽപ്പിച്ചു മലക്കുകളോട് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ. അവിടെ ആദം നബിയുടെ മഹത്വം എന്താണ്? ആദം നബി ഇൽമുള്ളയാളാണെന്ന മഹത്വമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇൽമിനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. നിങ്ങൾ ഈ നാട്ടുകാര് നിസ്സാരമായി കാണുന്ന ആളുകളാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇവിടുള്ള ഉമ്മമാരാണ് ഈ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെയുള്ള ഈ നിൽക്കുന്ന രക്ഷകർത്താക്കളാണ് ഈ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. നിങ്ങളാണ് ഇവിടെ ദർസിനു വേണ്ടി എല്ലാ കലവറയില്ലാത്ത പിന്തുണയും നൽകുന്നത്. അല്ലാഹു അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം തരട്ടെ. അല്ലാഹു നിങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഓർമ്മ ശക്തിയുള്ള കൂർമ്മ ബുദ്ധിയുള്ള ആലിമീങ്ങളുടെ പരമ്പര ഈ നാട്ടിൽ നിലനിൽക്കട്ടെ. മരിച്ചു കഴിഞ്ഞു പോയാൽ നമ്മുടെ ഖബറിലേക്ക് ഈ മക്കളെ കൊണ്ട് നമ്മുടെ പ്രകാശവും സുഗന്ധവും ഖബറിലേക്ക് വരട്ടെ. അല്ലാ, നീ നാട്ടുകാർക്ക് എല്ലാ ബറക്കത്തും നൽകണം റഹ്മാനേ. ഇവര് പാവങ്ങളാണ്, സാധുക്കളാണ്. എന്നിട്ടും നിന്റെ ദീനിനെ അവരുടെ കഴിവിന്റെ പരമാവധി അവർ സഹായിക്കുകയാണ്. നീ ഒരൊറ്റ ആളിനെയും നിരാശപ്പെടുത്തല്ല റബ്ബേ. ബിഹഖ്ഖിൻ നബി മുഹമ്മദിൻ. ആ ഉമ്മമാരുടെ ഭാഗത്തേക്ക് സ്വർണം മേടിക്കാൻ പിന്നെ ആരും പോയില്ലേ? ഖുലൂ തക്ബീർ. എവിടെ പോയി? കുട്ടികളോട് പോയി. കുട്ടികളാരും ആക്റ്റീവ് അല്ല. മോന്റെ പേരെന്താ? മോൻ സിനാനി വന്നേ. മോന്റെ പേരെന്താ? നീ നേരത്തെ പോയില്ലേ? എടാ മോനെ, നിന്റെ ഉമ്മാട്ടല്ലടാ ചോദിക്കാൻ പറഞ്ഞു. അവിടെ ഉള്ള എല്ലാ ഉമ്മമാരുടെയും പോയി ചോദിച്ചില്ല. ഇവൻ ആള് കൊള്ളാമല്ലോ. അവൻ ആന്ധ്രാപ്രദേശിലേക്ക് ചിന്തിച്ച് അവൻ എന്താ പൊന്നു മോനെ. മോന്റെ പേരെന്താ? ആ, നീ പേര് പറ. സിനാനി ഒളിച്ചും പാത്തൊക്കെ നിൽക്കുന്നു. സിനാനൊരു കാര്യം, ഉമ്മമാരുടെ അടുത്ത് പോയി ചോദിച്ചേ. അവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് സ്വർണം വേണം, താമ എല്ലാ ഉമ്മമാരുടെയും പോയി ചോദിച്ചു.
ചോദിച്ചേ. ആ ഒരു കുഞ്ഞുമോനെ അങ്ങോട്ട് പറഞ്ഞോ, ഈ ഉമ്മമാരെ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കരുതേ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിടക്ക് നിങ്ങളെ കയ്യിലുള്ള വളയും സ്വർണ്ണമാലയും വളയൊക്കെ നിങ്ങൾ മരിച്ചു പോകുമ്പോൾ പിള്ളേർ ഊരിയെടുത്ത് പുട്ടടിക്കും, ഉറപ്പ്, അതിന് ഒരു സംശയവും ഇല്ല. അല്ല നിങ്ങൾ വിചാരിക്കണ്ട, ഓ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൻ പള്ളിക്ക് കൊടുക്കും, എൻ്റെ ഖബറിൽ ഇപ്പം ഇങ്ങനെ വരുമെന്ന്. അങ്ങനത്തെ മോനൊന്നുമില്ല. വാപ്പാടെ ജനാസ എടുത്ത് കുളിപ്പിക്കാനുള്ള പുറപ്പാടിൽ ഇപ്പൊ അകത്തളത്തിൽ ചർച്ച. എടാ വാപ്പാടെ പാവണ്ടൂർ ജംഗ്ഷനിലുള്ള ഒരു മുറി കട എനിക്കുള്ളതാണ്. അപ്പൊ അനിയൻ പറഞ്ഞു, ആ കട എനിക്ക് തരാം, മറ്റേ കട നീ എടുത്തോ. വാപ്പാടെ ജനാസ കുളിപ്പിക്കാൻ എടുത്തതേ ഉള്ളൂ. അപ്പൊ അകത്തളത്തിൽ ചർച്ച. എടാ വാപ്പാടെ ഖബറിലെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ. അള്ളാഹു അങ്ങനെ ചിന്തിക്കുന്ന മക്കളെ നമുക്ക് തരട്ടെ. ഒരു ചെറുപ്പക്കാരൻ തന്നു പടച്ചവനെ, ആ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് നൽകണം റഹ്മാനെ. ദീനിയായ നല്ല ആഗ്രഹങ്ങളാണ്, നല്ല ജോലി കൊടുക്കണം റബ്ബേ, നല്ല ശമ്പളം കൊടുക്കണം റബ്ബേ, നല്ല ഭാര്യയാക്കി, നല്ല മക്കളാക്കി, നല്ല വീടാക്കി, നല്ല വാഹനമാക്കി, നല്ല സമ്പത്താക്കി നീ നൽകണം റഹ്മാനെ. ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് നിനക്കറിയാം. റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ആ ചെറുപ്പക്കാരനെ നീ ഏറ്റെടുക്കണം റബ്ബേ. ഹഖ്ഖിൻ നബി മുഹമ്മദിൻ. ഇനി ആരാ തരാ? ഒരു 10,000 റുപ്യ തരുന്ന ആരാ? ഒരു 3 പേരെങ്കിലും 10,000 റുപ്യ തരണം, എന്നാലേ അവസാനിപ്പിക്കാൻ പറ്റൂ. അപ്പോഴേ 2 ലക്ഷം പൂർത്തിയാവും. ആരാ തരാ? ബിസ്മില്ലാ. ഒരു 3 പേര് 10,000 റുപ്യ. ഒരൊറ്റ ഉമ്മയും തരണില്ലല്ലോ. ഉമ്മമാരാരും തരണില്ല. ആരാ തരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെറുപ്പക്കാരനൊന്ന് കൈവക്കാൻ. നിങ്ങൾക്ക് നിന്ന് കാലഴിക്കുന്നുണ്ടോ? ഞാൻ എത്ര നേരമായി നിൽക്കുന്നു. പ്രായമുള്ള ഉപ്പമാരെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എഴുന്നേറ്റ് വരണ്ട. ഞാൻ ഇതൊക്കെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? ചെറുപ്പക്കാർക്ക് കാലം കഴിക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്ക് കഴിക്കുന്നുണ്ടെന്ന്. അപ്പോഴല്ലേ ബാക്കി ഞാൻ പറയേണ്ടതുള്ളൂ. പ്രായമുള്ള ഉപ്പമാർക്ക് പിന്നെ എന്തൊക്കെ അസുഖങ്ങൾ, ബുദ്ധിമുട്ട്, നടുവേദന, നട്ടൽ വേദന, തലവേദന, കൈകാൽ കഴപ്പ്, കൈകാൽ തരിപ്പ്, ഒരുപാട് വിഷമം. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. റസൂലുള്ളാഹിന്റെ ബറക്കത്തുകൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. ഇനി ആരാ തരാ? ഒരു 10,000 റുപ്യ തരാ. ബിസ്മില്ലാ. ഒരാളൊന്നും ആയിക്കോട്ടെ സഹോദരങ്ങളെ. ഏറ്റവും കുറഞ്ഞ സംഖ്യ ഞാൻ ചോദിക്കുകയാണ്. 4,444 റുപ്യ ആരാ തരാ? ബിസ്മില്ലാ. ഖൂലൂ തക്ബീർ. എന്താ പേര്? ഫൈസൽ. അല്ലാഹുവേ നല്ലൊരു ചെറുപ്പക്കാരനാണ്, നീ ഫൈസലിന് പുറത്തു കൊടുക്കണം റഹ്മാനെ. ആഫിയത്ത് നൽക റബ്ബേ, ദീർഘായുസ് നൽക റബ്ബേ. നല്ല ഭാര്യയാക്കി, നല്ല മക്കളാക്കി, നല്ല ജോലിയാക്കി, നല്ല വീടാക്കി, നല്ല വാഹനമാക്കി, നല്ല സമ്പത്താക്കി, നല്ല എല്ലാ നല്ലതും ഫൈസലിന് കൊടുക്കണം റഹ്മാനെ. ബിഹഖ്ഖിൻ നബി മുഹമ്മദിൻ. ഇനി ആരാ? ഒരു 4,444 റുപ്യ തരിക ഫൈസലിനെ പോലെ. ബിസ്മില്ലാ. ആരാ സഹോദരങ്ങളെ തരിക? ചെറുപ്പക്കാരെങ്കിലും, ചെറുപ്പക്കാരൊക്കെ തരണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒന്ന് പൊക്കി കാണിക്കാൻ പറഞ്ഞാൽ എത്ര രൂപയുടെ മൊബൈൽ ഫോണാ? ഖൂലൂ തക്ബീർ. അല്ലാഹുവേ പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരൻ 10,000 റുപ്യ. ആ സഹോദരൻ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ, ദീർഘായുസ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ, ഇറങ്ങിപ്പുറപ്പെടൽ, കൈവക്കുന്ന നല്ല കാര്യങ്ങളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ബിഹഖ്ഖിൻ നബി മുഹമ്മദിൻ. ഇനി ആരാ സഹോദരങ്ങളെ തരിക? ഒരു 4,444 റുപ്യ തരുന്ന ആരാ? ഫൈസൽ എന്ന സഹോദരനെ പോലെ. ബിസ്മില്ലാ. ആരാ തരിക? അമ്മമാരാരും സ്വർണം തരണ്ടല്ലോ. അൻസിൽ, ഡാനിഷ് എവിടെ പോയി? അവന്മാര് അതുവഴി വീട്ടിൽ പോയി തോന്നുന്നു. ആരാ തരിക? റഷീദ് എന്ന